നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വേദപാഠക്കൂട്ടങ്ങളുടെ പ്രാരംഭ രാത്രിയോഗത്തിനായി ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശബ്ദപരിധിയിൽ ദൂരെയും ചാരയുമായി നിന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടെ ആരംഭിച്ച സമയം തുടങ്ങി പരിശുദ്ധാത്മാവ് വിവിധ രൂപത്തിൽ നമ്മോട് ഹൃദ്യമായി ഇടപെട്ടുകൊണ്ടേയിരുന്നു. വീണ്ടും നാം ഏവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നമ്മോടുള്ള ദൈവത്തിന്റെ ആലോചന നമ്മെ അറിയിപ്പാൻ ഇടയായി തീരും. പ്രത്യാശ നിർഭരമായ പാട്ടുകളെയൊക്കെ പാടി സ്വർഗീയ പിതാവ് തന്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത് നിമിത്തമായി തന്നിൽ വിശ്വസിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി ഇളകിടാത്തതായ ഒരു രാജ്യം പിതാവിന്റെ സന്നിധിയിൽ ഒരുക്കുന്നുണ്ട് എന്നുള്ള ആ പ്രത്യാശയെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഈ രാത്രിയിലും ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വീണ്ടും നാം ഏവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി നമുക്ക് ഏവർക്കും നമ്മുടെ ശ്രദ്ധ ദൈവവചനത്തിലേക്ക് കൊണ്ടുവരാം. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യത്തിന്റെ പ്രാരംഭ ഭാഗം കൂടെ വായിക്കും. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മതി. അപ്പോസ്തലനായ പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യവും പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ 2-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവുമാണ് ഇപ്പോൾ നാം ഇവിടെ വായിച്ചു കേൾപ്പാൻ ഇടയായി തീർന്നു. പ്രാരംഭ വേദഭാഗത്തിൽ നാം കേട്ടത് അപ്പോസ്തലനായ പത്രോസ് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ പോകുന്ന ഒരു രക്ഷയെക്കുറിച്ച് ദൈവവചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. 2-ാം ഭാഗത്ത് നാം വായിച്ചു കേട്ടത് ഈ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ ഉണ്ടാകും എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കും. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആസന്ന ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന ഒരു വിലപ്പെട്ടതായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ നാം ഇവിടെ വായിച്ചു കേൾപ്പാനിടയായി തീർന്നത്. നേരത്തെ പരസ്യം ചെയ്തിരുന്നതുപോലെയും നാം ഒക്കെ അറിഞ്ഞിരുന്നതുപോലെയും ഈ വേദപാഠക്കൂട്ടത്തിൽ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ ദൈവം അനുവദിക്കുന്നെങ്കിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. അന്ത്യകാലത്ത് നടക്കുന്നതായ സംഭവങ്ങൾ നമുക്കറിയാം. ആധുനിക ലോകത്തിന്റെ ഇന്നത്തെ പരിതസ്ഥിതികളെ നാം വീക്ഷിക്കുമ്പോൾ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് ഓടിയെത്തി നിൽക്കുന്നു എന്നുള്ള നഗ്ന സത്യം ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കുവാൻ കഴിയുന്ന തരത്തിൽ ലോകം ഇന്ന് ദിനംതോറും മാറിക്കൊണ്ടേയിരിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ലോകത്തിന്റെ സ്ഥിതിഗതികൾ ഒന്നൊന്നായി നാം പഠിച്ചു നോക്കുമ്പോൾ മനുഷ്യന് ഈ ലോകത്തിൽ ജീവിപ്പാൻ യോഗ്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ ലോകത്തിന്റെ ചുറ്റുപാടുകൾ വന്നെത്തി നിൽക്കുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ലോകത്തിലെ സംഭവങ്ങളും ഈ ലോകത്തിന്റെ ചുറ്റുപാടുകളുടെ അവസ്ഥകളും ഒക്കെ നാം പഠിച്ചു നോക്കിയാൽ എല്ലാം കൂടെ ഇതൊരു അന്ത്യകാലമാണ്, അവസാന നിമിഷമാണ് എന്ന് ദൈവവചനം നമ്മെ വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നത് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു ദൈവഭക്തനായ മനുഷ്യൻ ഇപ്രകാരം പറയുകയുണ്ടായി, നാം ഇന്ന് എത്തി നിൽക്കുന്നത് അവസാന നാളുകളുടെ അവസാന സമയത്താണ് എന്ന് താൻ പറയുകയുണ്ടായി. അതിൽ വലിയ അർത്ഥമുണ്ട്. അന്ത്യകാലം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവസാന ദിവസത്തിന്റെ അവസാന മണിക്കൂറുകളിൽ നാം എത്തി നിൽക്കുന്നു എന്ന് വളരെ വ്യക്തമായി ലോക സംഭവങ്ങളെ
ഈ ലോകത്തിൽ നടക്കുന്നതായ ഓരോ വിഷയങ്ങളെക്കുറിച്ച് നാം നോക്കുമ്പോഴും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇത് ഒരു വേദപാഠക്കൂട്ടമായതുകൊണ്ട് എല്ലാ സുവിശേഷ സത്യങ്ങളെയും ഈ ദൈവവചന ശുശ്രൂഷയിൽ ഉൾപ്പെടുത്തി പോകുവാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല. എങ്കിലും ലഭിക്കുന്ന സമയ പരിമിതിയിൽ ഉള്ളിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിലെ അല്പം ചില സത്യങ്ങളെ ചുരുക്കമായി ഓർപ്പിക്കുവാൻ താൽപര്യപ്പെടുകയാണ്. അന്ത്യകാലം എന്ന് പറയുമ്പോൾ അതിനെ പല നിലയിൽ നമുക്ക് ചിന്തിപ്പാൻ കഴിയും. ഒന്ന്, ഈ ലോകത്തിന്റെ അന്ത്യം. മറ്റൊന്ന്, ഈ ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യരുടെ അന്ത്യത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ലോകത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളെ ഒക്കെ നാം നോക്കിയാൽ എത്രയോ പരിശതം കോടി ജനങ്ങൾ ഈ ഭൂമിയിൽ ജന്മമെടുത്തു. ഈ ലോകത്തിലെ പ്രവൃത്തികൾ അവരവരുടേതായ നിലയിൽ ചെയ്തു. ഈ ഭൂമിയിൽ നിന്ന് മരണം എന്ന് പറയുന്ന ദൈവ നിത്യപ്രതിഭാസത്തിന്റെ മുൻപാകെ അവർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് പോയതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. കാലമുണ്ടെങ്കിൽ ക്രിസ്തുനാഥന്റെ പുനരാഗമനം വൈകുന്നു എങ്കിൽ ഈ പറയുന്ന ഞാനും കേൾവിക്കാരായ നമ്മളൊക്കെ ഈ ലോകത്തോട് ഒരു ദിവസം യാത്ര പറഞ്ഞ് പോകേണ്ടതാണ് എന്നുള്ളത് ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആധുനിക ലോകത്തിലെ ആധുനിക മനുഷ്യന്റെ ഈ കാലങ്ങളിലുള്ള ആ നിലവാരത്തെ ഒന്നും ചിന്തിപ്പാൻ താല്പര്യമില്ലാതെ അവരവരുടെ ഇഷ്ടങ്ങൾക്കും അവരവരുടെ ജീവിത നിലവാരങ്ങൾക്കും ഒത്തവണ്ണം ഒരു യാത്ര ഈ ഭൂതലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് നാം നോക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമായി പറയുവാനുള്ളത് നാം ആരംഭത്തിൽ വായിച്ചു കേട്ട വേദഭാഗം, അപ്പോസ്തലനായ പത്രോസ് യേശുക്രിസ്തുവിന്റെ പുനരാഗമനം എന്ന യാഥാർത്ഥ്യത്തെ പരിശുദ്ധാത്മ നിറവിൽ ദൈവ വചനത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു സത്യമാണ് നാം വായിച്ചു കേൾപ്പാൻ ഇടയായി തീർന്നത്. അത് ഇപ്രകാരമാണ് നാം വായിച്ചത്: അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നമുക്ക് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവയില്ലാത്തതായ ഒരവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം വലിയ ആഴമേറിയ സത്യങ്ങളാണ്. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ എന്നുള്ളത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനം എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഒരു മനുഷ്യൻ പ്രാപിക്കണമെങ്കിൽ അവൻ വിശ്വാസത്താലും ദൈവശക്തിയാലും സൂക്ഷിക്കപ്പെടണമെന്നും അപ്രകാരം പ്രാപിക്കുവാൻ പോകുന്ന ആ രക്ഷ അവൻ നേടുമ്പോൾ അത് ക്ഷയമില്ലാത്തതാണ്, വാട്ടമില്ലാത്തതാണ്. ആരംഭത്തിൽ നാം പാടിക്കേട്ടല്ലോ, ഇളകിടാത്ത രാജ്യം നാം പ്രാപിക്കേണ്ടതിന്. ഇളക്കമില്ലാത്ത ഒരു രാജ്യത്തെ പ്രാപിപ്പാൻ വേണ്ടി ഒരു കൂട്ടം ഭക്തന്മാർ ഇന്ന് ലോകത്തിൽ അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്ത് ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ലോകത്തിന്റെ അവസ്ഥയെ നോക്കിയാൽ ലോകത്തെല്ലായിടവും ഇളക്കങ്ങൾ സംഭവിക്കുകയാണ്. എവിടെയും ഉറപ്പ് എന്ന് പറയുവാൻ ആരെക്കൊണ്ട് സാധിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം ഒരു സത്യം നമ്മോട് ഓർപ്പിക്കുന്നുണ്ട്: ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരം ഇല്ലല്ലോ. ഈ ഭൂമിയിൽ എവിടെയായിരുന്നാലും മനുഷ്യന്റെ മുൻപാകെ നിലനിൽക്കുന്ന ഒരു നഗരം ഉണ്ട് എന്ന് ആർക്കും ഒരിക്കലും പറയുവാൻ സാധ്യമല്ല എന്ന് തിരുവെഴുത്ത് നമ്മെ വളരെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. ഒന്ന്, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ, അത് യേശുക്രിസ്തുവിന്റെ പുനരാഗമനമാകുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. മാത്രമല്ല, ഈ അന്ത്യകാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസ് ലേഖനം എഴുതിയപ്പോൾ ഇപ്രകാരം പറഞ്ഞു: അന്ത്യസമയമാകുമ്പോൾ ദുർഘട സമയങ്ങൾ ലോകത്തിൽ മനുഷ്യന്റെ മുൻപാകെ ഒരു യാഥാർത്ഥ്യമായി കടന്നുവരും എന്ന് പത്രോസ്ലീഹ വിളിച്ചു പറയുകയുണ്ടായി. ഈ വേദഭാഗങ്ങൾ നാം വായിച്ചു കേട്ടപ്പോൾ ഇന്നത്തെ ആധുനിക ലോകത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഓടിച്ചു നോക്കിയാൽ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഈ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവചനങ്ങളുടെ നിവർത്തിയാകുന്നു എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. പ്രാരംഭമായി ഞാൻ ഓർപ്പിച്ചല്ലോ, അന്ത്യകാലത്തെ രക്ഷ എന്ന് പറയുമ്പോൾ ഒന്നാമത് അത് യേശുക്രിസ്തുവിന്റെ പുനരാഗമനമാകുന്നു എന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുകയാണ്. ആരംഭത്തിൽ യേശുക്രിസ്തുവിന്റെ പുനരാഗമനം എന്നുള്ള വിഷയത്തെക്കുറിച്ച് അല്പമായി ചിന്തിച്ച് ലോകത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളും കൂടെ ഓർപ്പിച്ച് ഇന്ന് രാത്രിയിലെ ദൈവവചന ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. യേശുക്രിസ്തുവിന്റെ പുനരാഗമനം ഇതൊരു യാഥാർത്ഥ്യമാണോ? ആധുനിക ലോകത്തിൽ മനുഷ്യർ സംശയദൃഷ്ടിയോടുകൂടെ കാണുന്നതും അപ്പോൾ തന്നെ ഒരു കൂട്ടർ യേശുക്രിസ്തു വന്നു മടങ്ങിപ്പോയി എന്നും ഇന്ന് 1000 ആണ്ട് വാഴ്ച ലോകത്തിൽ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വേണ്ടാത്ത ഉപദേശങ്ങളൊക്കെ ലോകത്തിൽ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ആ വാക്ക്, ഞാൻ മടങ്ങി വരാം എന്നുള്ള വാക്കിനെ എടുത്തുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ കഴിയാതെ
യേശു വരുമോ എന്നുള്ള സംശയം മനുഷ്യജീവിതങ്ങളിൽ ഉരുവായിട്ട് ക്രിസ്തുനാഥന്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെടുത്തി പ്രത്യാശരഹിതരായിത്തീരുന്ന ഒരു സമൂഹത്തെയും ആധ്യാത്മിക മണ്ഡലത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് ക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്നുള്ളത്? യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് ഒരു കെട്ടുകഥയല്ല. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റേതായ ഒരു പഠിപ്പിക്കലല്ല. ആകാശം മാറിപ്പോയാലും ഭൂമി നീങ്ങിപ്പോയാലും മാറ്റപ്പെടാത്ത ദൈവത്തിന്റെ വചനം ലോകത്തോട്, മനുഷ്യവർഗത്തോട് വിളിച്ചു പറഞ്ഞതും യേശുനാഥൻ ഭൂലോകത്തിലായിരുന്നപ്പോൾ തന്നെ അനുഗമിച്ച പുരുഷാരത്തോട് അവരുടെ പ്രത്യാശ വർദ്ധിക്കുവാനും കർത്താവിന്റെ പുനരാഗമനത്തിന് വേണ്ടി കാത്തിരിക്കുവാനും അവരുടെ കാതുകളും കണ്ണും ഹൃദയവും ഒക്കെ ഒരുപോലെ ആകാംക്ഷഭരിതരായി ഇരിക്കേണ്ടതിന് ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യാശയോടെ യേശുനാഥൻ പറഞ്ഞിട്ടുള്ളതും പിൽക്കാലത്ത് യേശുവിന്റെ അപ്പോസ്തലന്മാർ പ്രചരിപ്പിച്ചതും മാത്രമല്ല ദൈവത്തിന്റെ വചനം ലോകത്തോട് പറയുന്നതുമായ ഒരു യാഥാർത്ഥ്യമാണ് യേശുക്രിസ്തുവിന്റെ പുനരാഗമനം എന്നുള്ളത്. വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിന്റെ മൂലഭാഷയായ ഗ്രീക്ക് ലാംഗ്വേജിലേക്ക് നാം വരുമ്പോൾ ആ ഭാഷയിൽ ക്രിസ്തുനാഥന്റെ പുനരാഗമനത്തിന് ഏതാണ്ട് പ്രധാനമായി 4 പദങ്ങൾ ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രാരംഭമായി ആ വാക്കുകളെ ഞാനൊന്ന് ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമത് യേശുവിന്റെ പുനരാഗമനത്തെക്കുറിച്ച് പറയുന്ന ഗ്രീക്ക് ഭാഷയിലെ ഒന്നാമത്തെ പദം പറൂസിയ എന്നുള്ള പദമാണ്. ദൈവത്തിന് സ്തോത്രം. ആ പറൂസിയ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം വരിക എന്നും അവന്റെ സാന്നിധ്യം അനുഭവിക്കുക എന്നും അവൻ നമ്മിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ഒരർത്ഥമാണ് പറൂസിയ എന്ന ഗ്രീക്ക് പദത്തിന് അർത്ഥമായി വേദപണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രണ്ടാമത് ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു പദം എപ്പിഫാനയ എന്നൊരു പദം ഗ്രീക്ക് പണ്ഡിതന്മാർ അതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനും പ്രധാനമായി 2 അർത്ഥങ്ങളാണ് വേദപണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ഉദിച്ചു വരിക. 2, വെളിപ്പെട്ടു വരിക. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായി ഗ്രീക്ക് ഭാഷയിൽ നാം നോക്കുമ്പോൾ മറ്റൊരു പദം കാണുന്നത് എർഖോമായി എന്നൊരു പദത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം അപ്രതീക്ഷിതമായ വരവ് എന്നൊരു അർത്ഥമാണ് അതിന് കൊടുത്തിരിക്കുന്നത്. 4ാമതായി അപ്പോക്കാലിപ്സിസ് എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം ദൈവത്തിന് സ്തോത്രം മറനീക്കുക, തിരശ്ശീല മാറ്റുക. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ വെളിപ്പാട് എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ വേദപുസ്തകത്തിന്റെ പുതിയ നിയമത്തിന്റെ അവസാന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിനും മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദം അപ്പോക്കാലിപ്സിസ് എന്നാകും. എന്ന് പറഞ്ഞാൽ വെളിപ്പെട്ടു വരിക. ദൈവത്തിന് സ്തോത്രം. മറനീക്കുക. യേശുക്രിസ്തുവിന്റെ വരവ് എന്താണ് എന്നുള്ളത് ഈ പദങ്ങളിലൂടെ നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. ഒന്ന്, പറൂസിയ എന്നുള്ള പദത്തിൽ അവൻ നമ്മളിലേക്ക് വരുന്നു, അവന്റെ സാന്നിധ്യത്തെ നമ്മൾ അനുഭവിപ്പാൻ പോകുന്നു, അവൻ നമ്മോട് സമീപിക്കുന്നു എന്നൊരു അനുഭവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. 2, എപ്പിഫാനിയ എന്നൊരു പദത്തിലൂടെ അവൻ നീതിസൂര്യനായി ഉദിച്ചു വരുവാൻ പോകുന്നു എന്നൊരർത്ഥത്തെ ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. എർഖോമായി എന്ന പദത്തിലൂടെ അവന്റെ വരവ് അപ്രതീക്ഷിതമായിരിക്കും. ആരും പ്രതീക്ഷിക്കുന്ന സമയത്തല്ല. ബൈബിൾ ഇപ്രകാരം ഒരു വചനം പറയുന്നു, നനയാത്ത നാഴികയിൽ വരുന്ന മനുഷ്യപുത്രനെ എതിരേൽപ്പാൻ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളണം. യേശുവിന്റെ വരവ് എർഖോമായി അഥവാ അപ്രതീക്ഷിതമായ ഒരു വരവായിരിക്കും എന്ന് ബൈബിളും നമ്മെ ഓർപ്പിക്കും. 4ാമത് അപ്പോക്കാലിപ്സിസ് എന്ന് പറയുമ്പോൾ അത് ഒരു മറനീക്കലാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വെളിപ്പാടാകുന്നു. പല മറകളും മറഞ്ഞിരിക്കുന്ന പലതും തുറന്നു വരുന്ന ഒരവസ്ഥ കൂടെയാണ് ക്രിസ്തുനാഥന്റെ പുനരാഗമനം എന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പോക്കാലിപ്സിസ് എന്ന മറനീക്കൽ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ വരവ് എന്നുള്ള യാഥാർത്ഥ്യം സംഭവിപ്പാൻ ഉള്ള സമയമാകുമ്പോൾ ലോകം ചില മറകളൊക്കെ നമ്മുടെ മുൻപാകെ തുറന്നു തരികയാണ്. ആധുനിക ലോകത്തിലെ ആധുനിക സംഭവങ്ങളിലൂടെ നമ്മുടെ കണ്ണുകളെ നാം ഓടിച്ചു നോക്കിയാൽ ഇതൊക്കെ ക്രിസ്തുനാഥന്റെ പുനരാഗമനം എന്നുള്ള യാഥാർത്ഥ്യത്തെ വളരെ വ്യക്തമായി ഈ പ്രപഞ്ചം, ഈ ഭൂമി, ആകാശം, സമുദ്രം എല്ലാം തന്നെ യേശുക്രിസ്തുവിന്റെ പുനരാഗമനം എന്നുള്ള വിഷയത്തെ വളരെ വ്യക്തമായി നമ്മുടെ മുൻപാകെ അറിയിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് ഒരു മറനീക്കലാണ്. ദൈവത്തിന് സ്തോത്രം. തിരശീലയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നത് തിരശീല ഉയർത്തുമ്പോൾ കാണുന്നത് പോലെ
യേശുവിന്റെ വരവ് എന്നുള്ള യാഥാർത്ഥ്യം ലോകത്തിൽ സംഭവിപ്പാൻ പോകുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാർ തങ്ങളുടെ പ്രവചന ശുശ്രൂഷ കാലത്ത് ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞ പലതും ചുരുളുകൾ അഴിഞ്ഞ് വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാകുന്നുവല്ലോ ഇന്ന് നാം ജീവിക്കുന്നത്. മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദിമസഭ എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവിനാൽ സ്ഥാപിക്കപ്പെട്ട ദൈവത്തിന്റെ സഭ 1-ാം നൂറ്റാണ്ട് തുടങ്ങി തന്നെ യേശുവിന്റെ പുനരാഗമനത്തെ ആകാംക്ഷയോടെ കാത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ചരിത്രത്തിന്റെ ഏടുകളിൽ കയറി നിന്ന് നാം അല്പമായി ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ആദിമ സഭയുടെ പിതാക്കന്മാരൊക്കെ യേശുക്രിസ്തു തങ്ങളുടെ കാലത്ത് തന്നെ മടങ്ങി വരും എന്ന് ആഗ്രഹിച്ചവരായിരുന്നു, പ്രതീക്ഷിച്ചവരായിരുന്നു. ആദിമ സഭയിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഭക്തനായിരുന്നു അലക്സാണ്ടർ മക്ലാറൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം തന്റെ ജീവിതകാലത്ത് തന്നെ യേശുക്രിസ്തു തേജസ്സോടെ ആകാശമണ്ഡലങ്ങളിൽ പ്രത്യക്ഷപ്പെടും എന്ന് താൻ വളരെ വ്യക്തമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വിളിച്ച് പറയുകയും ചെയ്തിട്ടുള്ളതായി ചരിത്രഭാഗങ്ങൾ നമ്മെ രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, പുരാതന കാലങ്ങളിൽ ജീവിച്ചിരുന്ന ഭക്തന്മാരുടെ ജീവിത ഏടുകളെ നാം പരിശോധിച്ചു നോക്കിയാൽ അവരൊക്കെ യേശുക്രിസ്തുവിന്റെ പുനരാഗമനം എന്നുള്ള വിഷയത്തെ വളരെ വ്യക്തമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ലോകത്തോട് അറിയിക്കുകയും ചെയ്തിരുന്നതായി ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ലോകത്തിൽ ശക്തിയോടെ എഴുന്നേറ്റ് വന്ന കാലത്ത് നമുക്കറിയാമല്ലോ, മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ ലോകം മുഴുവൻ ആദരിച്ചതായ ഒരു ജീവിതമായിരുന്നു ലൂതർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരിക്കൽ യേശുക്രിസ്തുവിന്റെ വരവിനെക്കുറിച്ച് അല്ല, യേശുവിന്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് താൻ ഇപ്രകാരം ഒരിക്കൽ പറയുകയുണ്ടായി: യേശു ഇന്നലെ മരിച്ചു, അവൻ ഇന്ന് ജീവിക്കുന്നു, നാളെ അവൻ മടങ്ങി വരും. ആ വാക്കുകളിലൂടെ ആ ഭക്തൻ യേശുവിന്റെ പുനരാഗമനം എത്ര സമീപമായിരുന്നു എന്ന് താൻ ആകാംക്ഷയോടെ കാത്ത് പറഞ്ഞിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പുരാതന കാലത്ത് ജീവിച്ചിരുന്ന പല പിതാക്കന്മാരും ഭക്തന്മാരും ഒക്കെ അവരുടെ ജീവിത സായാഹ്ന വേളകളിൽ അതിനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ആദിമ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ സഭ ക്രൂരമായ പീഡനങ്ങൾ കൂടെ കടന്നുപോയ വേളയിൽ അവരൊക്കെ വളരെ പ്രത്യാശയോടെ ദൈവമുഖത്തെ കണ്ടുകൊണ്ട് യേശുവേ എന്നുള്ള ശബ്ദത്തെ ഉരുവിട്ടുകൊണ്ട് പ്രാണനെ വിട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ബിഷപ്പ് റെഡ്ലി എന്ന് പറയുന്ന ഭക്തന്റെ ജീവിതത്തെ കുറിച്ച് നാം നോക്കുമ്പോൾ ഓക്സ്ഫോർഡിൽ വെച്ച് അദ്ദേഹം അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട് മരിക്കുവാൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ ആ ഭക്തന്റെ ഒടുവിലത്തെ വാക്ക് ഇപ്രകാരമായിരുന്നു: അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, ആമീൻ, കർത്താവായ യേശുവേ വേഗം വരണമേ എന്നുള്ള വാക്ക് താൻ ഉച്ചരിച്ച് അഗ്നികുണ്ഡത്തിൽ തന്റെ പ്രാണൻ, തന്റെ ജീവൻ ഹോമിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ഭക്തന്മാരൊക്കെ യേശുവിന്റെ പുനരാഗമനം എന്നുള്ള വിഷയത്തെ ആകാംക്ഷയോടെ കാത്തിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് പഠിച്ചാൽ അതിന്റെ സുവർണകാലം എന്ന് പറയുന്നത് ക്വീൻ വിക്ടോറിയയുടെ ഭരണകാലമായിരുന്നു എന്ന് നമുക്കറിയാം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ ക്വീൻ വിക്ടോറിയ തന്റെ ചാപ്ലൈനായിരുന്ന ഡീൻ ഫാററിനോട് ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി: എന്റെ കാലത്ത് തന്നെ യേശുക്രിസ്തു മടങ്ങി വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അവർ പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ചാപ്ലൈൻ അവരോട് തിരിച്ചു ചോദിച്ചു, എന്താണ് രാജ്ഞി അവിടുന്ന് അങ്ങനെ പറയുവാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ ആ ക്വീൻ വിക്ടോറിയ ഇപ്രകാരം പറയുകയുണ്ടായി: യേശു മടങ്ങി വന്നാൽ അവൻ രാജാവാണ്, രാജാക്കന്മാരുടെ രാജാവാണ്, രാജാതി രാജാവാണ്. അതുകൊണ്ട് എന്റെ കിരീടം അവന്റെ പാദത്തിൽ സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ലോകം അറിയപ്പെട്ടിരുന്ന വിക്ടോറിയ രാജ്ഞി തന്റെ ജീവിതത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളതായി ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, എലിസബത്ത് രണ്ടാം രാജ്ഞി 1959 അവരുടെ കിരീടധാരണ സമയം നടക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, അക്കാലങ്ങളിൽ അവരുടെയൊക്കെ കിരീടധാരണത്തെക്കുറിച്ച് പഠിച്ചാൽ അറിയപ്പെട്ട പ്രഗത്ഭരായ ബിഷപ്പുമാർ വന്ന് കിരീടമെടുത്ത് രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ഒക്കെ തലയിൽ വയ്ക്കുന്ന സമ്പ്രദായമായിരുന്നു. അങ്ങനെയായിരുന്നു അവരെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുന്നത്. ക്വീൻ വിക്ടോറിയ എലിസബത്ത് രണ്ടാം രാജ്ഞി ആ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടപ്പോൾ ബിഷപ്പ് ജോഫ്രി ഫിഷർ എന്ന് പറയുന്ന ഒരു ഭക്തനാണ് കിരീടമെടുത്ത് അവരുടെ തലയിലേക്ക് വെച്ചത്. ആ കിരീടധാരണ ചടങ്ങിൽ ബിഷപ്പ് ജോഫ്രി ഫിഷർ ഇപ്രകാരമാണ് പറഞ്ഞത്:
ദൈവത്തിന് സ്തോത്രം, അവകാശമുള്ളവൻ വരും. അവൻ വരുന്നത് വരെ നിങ്ങൾക്ക് ഈ കിരീടം ഉപയോഗിക്കാം. അവൻ വന്നാൽ ലോകത്തിലെ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും രാജ്ഞിമാരുടെയും ഭരണകൂടങ്ങളുടെയും ഒക്കെ അധികാരങ്ങളും കിരീടങ്ങളുമൊക്കെ അവന്റെ മുൻപാകെ വീണുപോകും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എലിസബത്ത് രണ്ടാം രാജ്ഞിയെ ആ സ്ഥാനത്തേക്ക് ബിഷപ്പ് ജോഫ്രി ഫിഷർ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നാം കടന്നു വന്നാൽ, വേദപുസ്തകത്തിൽ ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെയുള്ള ഭാഗങ്ങൾ നാം പഠിച്ചാൽ ഏതാണ്ട് 1800ഓളം ഭാഗത്ത് യേശു മടങ്ങി വരും എന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇനി പുതിയ നിയമ ഭാഗങ്ങളെ മാത്രം നാം പഠിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, പുതിയ നിയമ ഭാഗത്ത് ഏതാണ്ട് 260 അധ്യായങ്ങളിൽ 318 പ്രാവശ്യത്തോളം യേശുവിന്റെ പുനരാഗമനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതായി ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു വേദപണ്ഡിതൻ ഇപ്രകാരം പറയുകയുണ്ടായി, പുതിയ നിയമ ഭാഗങ്ങൾ നാം വായിച്ചു നോക്കിയാൽ അതിലെ ഓരോ 25 വാക്യങ്ങളിലും ഒരു വാക്യം യേശുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞ് താൻ ഇപ്രകാരം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ വരവ് എത്ര പ്രാധാന്യമുള്ളതാണ്, എത്ര പ്രസക്തമാണ്. പുതിയ നിയമസഭ അല്ലെങ്കിൽ ഈ കൃപായുഗത്തിൽ ജീവിക്കുന്ന ഭക്തന്മാർ യേശുവിന്റെ പുനരാഗമനം എന്നുള്ള വിഷയം എത്ര പ്രാധാന്യത്തോടെ കാണണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ വിശുദ്ധന്മാരും യേശുവും പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളും കൂടെ നാം പഠിച്ചാൽ, യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, അവൻ പോയതുപോലെ മടങ്ങി വരും. അപ്പോസ്തലന്മാർ തങ്ങളുടെ ശുശ്രൂഷാമുഖത്ത് യേശുവിന്റെ വരവിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തെ നോക്കിയാൽ ബൈബിളിലെ അടിസ്ഥാന പ്രമാണങ്ങളിൽ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ഉപദേശങ്ങളിലും സത്യങ്ങളിലും ഒന്നാണ് യേശുവിന്റെ പുനരാഗമനം. പുരാതന കാലത്ത് ജീവിച്ച ഭക്തന്മാരുടെ ജീവിതാനുഭവങ്ങൾ പഠിച്ചാൽ അത് അവരുടെ ആഗ്രഹവും പ്രതീക്ഷയുമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആദിമ നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് നോക്കിയാൽ ആദിമസഭയുടെ പ്രത്യാശയായിരുന്നു യേശുവിന്റെ പുനരാഗമനം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ബൈബിളിൽ പഠിച്ചാലോ അത് മാറ്റിവെക്കുവാൻ കഴിയാത്ത ഒരു ഉപദേശമാകുന്നു എന്ന് ദൈവവചനം പറയുക. അങ്ങനെയാണെങ്കിൽ യേശു മടങ്ങി വരും, അതൊരു യാഥാർത്ഥ്യമാണ്. എന്തിനായിരിക്കും അവൻ മടങ്ങി വരുന്നത്? യേശു മടങ്ങി വരുമെങ്കിൽ എന്തിനായിട്ടായിരിക്കും വരുന്നത്? ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു ഭക്തനായ മനുഷ്യൻ ലോകത്തിൽ ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞപ്പോൾ പറഞ്ഞു, യേശു മടങ്ങി വരും, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, കർത്താവിന്റെ വരവിൽ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ തിരിഞ്ഞ് ആ സുവിശേഷകനോട് ഇപ്രകാരം പറയുകയുണ്ടായി, ഇനി വരട്ടെ, വന്നാൽ അന്ന് ഒരു കുരിശേ ഉണ്ടായി, ഇന്ന് മുക്കിന് കുരിശുണ്ട്. ആദ്യം കാണുന്ന സൗകര്യപ്രദമായ കുരിശിൽ ഞങ്ങൾ അവനെ പിടിച്ച് തറയ്ക്കും. ആ മനുഷ്യന്റെ അജ്ഞതയിൽ നിന്നാണ് പറഞ്ഞത്. അന്ന് യേശു വന്നത് ഒരു ദാസനായിട്ടാണ്, നമ്മിൽ ഒരാളെ പോലെ ഒരു മനുഷ്യനായി. ദൈവമായിരുന്നവൻ ദൈവമഹത്വം വിട്ട് സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണലോകത്തിൽ ഒരു മനുഷ്യനായി, ഒരു ദാസനെ പോലെ മനുഷ്യന്റെ ഉദ്ധാരണത്തിനും അവന്റെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കുമായി യേശു അന്ന് ഇറങ്ങി വന്നു എങ്കിൽ ഇന്ന് ഇനിയും അവൻ വരുവാൻ പോകുന്നത് ദാസനായിട്ടല്ല, അവൻ രാജാവായി മടങ്ങി വരുവാൻ പോകും. ദൈവത്തിന് സ്തോത്രം. അന്ന് ഈ ലോകത്തിൽ വന്നവൻ മുൾമുടിധാരിയായി പോയെങ്കിൽ ഇനിയും അവൻ പൊന്മുടിധാരിയായി വരുവാൻ പോകുന്നുവെന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നു. ആർക്കും പിടിച്ചു കെട്ടുവാൻ കഴിയുന്ന അവസ്ഥയിലല്ല യേശു ഇനി മടങ്ങി വരുവാൻ പോകുന്നു. അവൻ രാജാവായി അധികാരമുള്ളവനായി മനുഷ്യന്റെ മേൽ എല്ലാ കർത്തൃത്വങ്ങളും നടത്തുവാൻ അധികാരമുള്ളവനായി യേശു മടങ്ങി വരുവാൻ പോകും. എന്തിന് യേശു മടങ്ങി വരും? അപ്പോസ്തലനായ പൗലോസ് എബ്രായ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ അതിന്റെ ഒരു യാഥാർത്ഥ്യം അവിടെ പറഞ്ഞു. 9-ാം അധ്യായം 28-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 9:28. ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വേദഭാഗത്തിൽ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയും. ക്രിസ്തു ഒരിക്കൽ അനേകരുടെ പാപങ്ങൾക്കായി അർപ്പിക്കപ്പെട്ടു, എന്നാൽ ഇനിയും അവൻ പാപം കൂടാതെ നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം എന്നുള്ളതിന്റെ ഉത്തരം ഒന്ന് അവിടെ നമുക്ക് കാണുവാൻ. എന്തിനാണ് യേശു വരുന്നത്? ആധുനിക ലോകത്തിന് ക്രിസ്തുനാഥന്റെ പുനരാഗമനം എന്തിന് എന്നുള്ളത് വ്യക്തമായി അറിയുവാൻ കഴിയാതെ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർപ്പിച്ചല്ലോ, ഇത് ഒരു അന്തിമ കാലമാണ്. അന്ത്യകാലം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി
നാം ദൈവവചനത്തിലൂടെ പഠിക്കേണ്ടത് അന്ത്യകാലത്തിൽ നടക്കേണ്ട പ്രധാന സംഭവം യേശുവിന്റെ പുനരാഗമനമാണ്. അതും സംഭവിക്കും. അതിനോടുള്ള ബന്ധത്തിലാണ് ലോകത്തിന് അവസാനമുണ്ട്. അന്ത്യകാല സംഭവങ്ങളൊക്കെ നാം പഠിക്കേണ്ടത്. ഒന്നാമത്, യേശുവിന്റെ മടങ്ങിവരവ് എന്തിന്? പാപം കൂടാതെ നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. പാപം കൂടാതെ നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വെളിപ്പെടും. അതാണ് പത്രോസ് പറഞ്ഞത്, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. ദൈവത്തിന് സ്തോത്രം. ഈ അന്ത്യകാലത്ത് ഒരു രക്ഷയുണ്ട്, അതുപോലെ ഒരു ശിക്ഷയുമുണ്ട്. രക്ഷയും ശിക്ഷയും ലോകത്തിന്റെ മുൻപാകെ ഇങ്ങനെ വന്ന് നിൽക്കുകയാ. ഏത് വേണമോ അത് ഏറ്റെടുക്കാം. ദൈവത്തിന് സ്തോത്രം. തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം നമുക്കുള്ളതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില നാളുകൾക്ക് മുമ്പ് ജയിലിൽ കിടന്ന് രക്ഷിക്കപ്പെട്ട ഒരു സ്നേഹിതൻ യാദർച്ഛികമായി ഞാനായിരുന്ന വിശ്വാസ ഭവനത്തിൽ വന്നു. ഒരു കൊലക്കേസിൽ പ്രതിയായി താൻ ഏതാണ്ട് 13ഓളം വർഷങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിച്ച് അവിടെ കിടന്ന് ഒരു ട്രാക്ട് വായിച്ച് ദൈവത്തിന് സ്തോത്രം രക്ഷിക്കപ്പെട്ട് അവരിങ്ങനെ ദൈവത്തിന്റെ പൈതലായി ജീവിച്ച് എങ്ങനെയോ യാദർച്ഛികമായ വിശ്വാസഭവനത്തിൽ വന്നവിടെ നിൽക്കുമ്പോൾ ഞാൻ ജയിലിലെ അനുഭവങ്ങളൊക്കെ ചോദിച്ചു. അവിടുത്തെ ശിക്ഷാരീതികളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം ആ സഹോദരൻ പറഞ്ഞൊരു കാര്യം, അവിടെ ചില ശിക്ഷാ സമ്പ്രദായങ്ങളുണ്ട്, പക്ഷെ അത് നമുക്ക് തെരഞ്ഞെടുക്കാവുന്ന, നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, നമ്മൾ തെരഞ്ഞെടുക്കണം. ഞാൻ ചോദിച്ചു, എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം? അദ്ദേഹം ഒരിക്കൽ ജയിൽ ശിക്ഷയ്ക്കായി ചെല്ലുമ്പോൾ അവിടെ ചെന്ന സമയത്ത് അവിടെ ഇടിക്കാൻ നല്ല പരുവത്തിനുള്ള ആളുകളുണ്ട്. അവരിങ്ങനെ ഒരു മേശപ്പുറത്ത് 3 പാക്കറ്റ് പൊതിഞ്ഞു വെച്ചു, ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞു. ഇദ്ദേഹം നല്ല വിശപ്പോടെ നിൽക്കുന്ന സമയമാ. ദൈവത്തിന് സ്തോത്രം. ആരംഭത്തിൽ നാം കേട്ടതുപോലെ പാക്കറ്റിന്റെ കാര്യമൊക്കെ ഓർത്തപ്പോൾ അദ്ദേഹം വിചാരിച്ച് വല്ലതും കഴിക്കാനുള്ളതായിരിക്കും എന്ന് വിചാരിച്ച് അതിന് ചുമതലപ്പെട്ട ആൾ വന്ന് പറഞ്ഞു, ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞു. ഒരു ടേബിളിൽ 3 പൊതി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. 3 പൊതി. അദ്ദേഹം ഇഷ്ടമുള്ളത് എടുത്തു. ദൈവത്തിന് സ്തോത്രം. എടുത്തപ്പോൾ താന് അതിന് നടുക്കിരുന്ന പൊതി എടുത്തു. തുറന്നു നോക്കിയപ്പോൾ ഒരു നല്ല ഇളം കരിക്ക്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം വിചാരിച്ച് ഇപ്പോൾ വെട്ടിക്കൊടുക്കുമെന്നാണ് വിചാരിച്ചത്. ഇതെന്തിനാണെന്നറിയാമോ? മറ്റു 2 പൊതികൾ, ഒന്നിനകത്ത് ഒരു തടിക്കഷണം പൊതിഞ്ഞു വെച്ചിരിക്കുന്നു, മറ്റേതിൽ ഒരു ഇഷ്ടിക, ഒരു ചുടുകട്ട പൊതിഞ്ഞു വെച്ചിരിക്കുക. ഇതിവർക്ക് വെട്ടിക്കൊടുക്കാൻ വേണ്ടിയുള്ളതല്ല, ഇവരുടെ ശിക്ഷയാണത്. എങ്ങനെയാണ് ഞാൻ ചോദിച്ചു, ഇത് ശിക്ഷയായി തീർന്നത്? ഇദ്ദേഹം ആഗ്രഹത്തോടെ എടുത്ത പൊതിക്കെട്ട് ഒരു നല്ല 1-ാം തരം കരിക്കായിരുന്നു. ആ കരിക്ക് കയ്യിലെടുത്തിട്ട് ഇതിന്റെ ചുമതലപ്പെട്ട ആൾ കയ്യിലോട്ട് വാങ്ങിയിട്ട് പറഞ്ഞു, അവളോട്ട് കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞു. ഈ കരിക്ക് അങ്ങോട്ട് എടുത്ത് നടുമുറിക്ക് ഒരു ഒറ്റ അടി, കരിക്ക് 2 കഷണമായിട്ട് പിളർന്നു പോയി. അതിന്റെ വെള്ളം ശരീരത്തോട് ഒഴുകിപ്പോയി. അതാ കിട്ടിയ ശിക്ഷ. തെരഞ്ഞെടുപ്പ്. അന്ത്യകാലത്ത് തെരഞ്ഞെടുക്കുവാൻ 2 കാര്യങ്ങൾ ലോകത്തിന്റെ മുൻപാകെ ദൈവം വയ്ക്കുന്നു. ഒന്ന്, ഒരു രക്ഷ. ഏത് മനുഷ്യനും, സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ആഗ്രഹിച്ചുകൊണ്ട് ദൈവം ഇന്ന് സുവിശേഷത്തിന്റെ യാഥാർത്ഥ്യം ലോകത്തിലേക്ക് അയക്കുന്നു. ഏറ്റുകൊണ്ടില്ലെങ്കിലോ ഒരു ശിക്ഷ ലോകത്തിൽ മനുഷ്യന്റെ മുൻപാകെ ദൈവം വയ്ക്കുകയാണ്. തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം നമുക്കാണ്. ജയിലിൽ ചെന്ന് എന്ത് തെരഞ്ഞെടുത്താലും ശിക്ഷയാ. പക്ഷെ ഇപ്പോൾ ഇവിടെ കിടന്ന് രക്ഷയുടെ മാർഗം ആര് തെരഞ്ഞെടുക്കുന്നുവോ അവർ ശിക്ഷാവധിയിൽ നിന്ന് എന്നേക്കുമായി വിടുതൽ പ്രാപിക്കുകയാ. അതുകൊണ്ടാണ് പൗലോസ് റോമാസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. ഇന്ന് രാത്രി വേളയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾ ഒരു പെന്തിക്കോസുകാരനായിരിക്കാം, ഒരു ക്രിസ്ത്യാനിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു അക്രൈസ്തവനായിരിക്കാം. ഈവൻ നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ലോകം 2 കാര്യത്തിനായിട്ട് ഒരുങ്ങുന്നു. ഒന്ന്, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന ഒരു രക്ഷ. മറ്റൊന്ന്, ഒരു നിത്യമായ ശിക്ഷാവധി. നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? എന്താണ് നിങ്ങൾ തിരഞ്ഞെടുപ്പാൻ ആഗ്രഹിക്കുന്നത്? ഒരു രക്ഷയുണ്ട്. ഈ രക്ഷ എപ്രകാരമാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, യേശു മടങ്ങി വരുവാൻ പോകുന്നു. അന്ത്യകാലത്തിൽ വെളിപ്പെട്ടു വരുവാൻ പോകുന്ന രക്ഷ യേശുനാഥന്റെ പുനരാഗമനമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ രക്ഷയെ ആരാകുന്നു പ്രാപിക്കുന്നത്? പാപം കൂടാതെ നിൽക്കുന്നവർ. ദൈവത്തിന് സ്തോത്രം. അവർ അത് പ്രാപിക്കുമെന്ന് ബൈബിൾ പറയും. അപ്പോൾ ചോദിക്കും, എന്താണ് പാപം? വിശുദ്ധ ബൈബിളിൽ നാം നോക്കിയാൽ പാപത്തെക്കുറിച്ച് അനവധി വിഷയങ്ങൾ നമുക്ക് കാണാം. 2-3 കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഞാൻ ഓർപ്പിച്ചു പോകാം. ഒന്നാമത്, ദൈവത്തോടുള്ള ബന്ധം ഒരു മനുഷ്യനിൽ എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അതാണ് പാപത്തിന്റെ ഉൽപ്പത്തി. ദൈവമായിട്ടുള്ള ബന്ധം ഒരു മനുഷ്യനിൽ എപ്പോൾ വിച്ഛേദിക്കപ്പെടുന്നുവോ
അതാണ് പാപത്തിന്റെ ആരംഭം. അവിടം തുടങ്ങി അവനിൽ ആരംഭിക്കുകയാണ്. ആദ്യം ഏതെങ്കിലും നമുക്കറിയാമല്ലോ, ആദാം ദൈവത്തിന്റെ മകൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. എല്ലാ ദിവസവും വെയിലാറുമ്പോൾ സായാഹ്ന വേളയിൽ ആദാമും ദൈവവും തമ്മിൽ സംസാരിക്കും. വിളിക്കേണ്ട ആവശ്യമില്ല, വിളിക്കാതെ തന്നെ ഓടി വരുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നു. ആദാം ദൈവത്തിന്റെ കാലൊച്ച കേട്ട് ഓടി മറയുകയാണ്. ഇന്നത്തെ കാര്യം പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ കുട്ടികളുടെ ഒക്കെ ഇടയിൽ സാറ്റുകളി എന്ന് പറഞ്ഞൊരു കളിയുണ്ടല്ലോ. ഇത് തുടങ്ങിയത് ആദ്യം ഏതല്ല തുടങ്ങിയത്, ആദാമാണ് ഇത് ആരംഭിച്ചത്. ദൈവം ഏദൻ പർദീസായിലേക്ക് ഇറങ്ങി വന്നു. അന്ന് ആദാം സാറ്റുകളി തുടങ്ങി. ദൈവത്തെ വിട്ട് ഒരു മരത്തിന്റെ മൂട്ടിലോട്ട് പോയി, അവിടുന്ന് മറ്റൊരു മരത്തിന്റെ ചോട്ടിലോ, പിന്നെ അങ്ങ് ഓട്ടമത്സരം നടക്കുകയാണ്. അവിടെ ഉണങ്ങിയ കരിയിലകൾ പൊടിഞ്ഞു നനങ്ങുന്ന ശബ്ദം കേട്ട് ആ ദൈവത്തിന്റെ മനുഷ്യനായ ആദാമിനെ കാണാഞ്ഞ അന്നാദ്യമായി ദൈവം അവന്റെ പേരൊന്ന് വിളിച്ചു, ആദാമേ നീ എവിടെയാകും? ഈ വിളി കേട്ട് ആദാം ദൈവത്തോടൊരു മറുപടി പറഞ്ഞു, ഞാൻ നഗ്നനാകുന്നു, ഞാൻ പാപം ചെയ്തു പോയി, അരുതാത്തത് ചെയ്ത് നിന്റെ മുൻപിൽ നിൽപ്പാൻ എനിക്ക് ത്രാണിയില്ലാതെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് തുടങ്ങിയതാണ് ഈ ആധുനിക മനുഷ്യന്റെ ദൈവത്തിൽ നിന്നുള്ള ഓട്ടം. എന്താണ് ഈ പാപമെന്നറിയാമോ? ദൈവത്തോടുള്ള ബന്ധം മനുഷ്യൻ വിച്ഛേദിക്കുമ്പോൾ, ദൈവമായിട്ടുള്ള ബന്ധം അവൻ മുറിച്ചു മാറ്റുമ്പോൾ അവിടെ തുടങ്ങുകയാണ് പാപത്തിന്റെ ഉൽപ്പത്തി. എന്താണ് പാപം? ദൈവത്തോടുള്ള ബന്ധം ഒരു മനുഷ്യൻ നഷ്ടപ്പെടുമ്പോൾ അവിടെ പാപം ആരംഭിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്തത് ദൈവത്തിന് വിപരീതമായി പറയുന്നതും ചെയ്യുന്നതും എല്ലാം പാപമാണ്. എന്താണ് ദൈവത്തിന് വിപരീതം? എതിര്. ദൈവം അരുതേ എന്ന് പറഞ്ഞത് ചെയ്താൽ അത് ദൈവത്തിനെതിരാ. ദൈവം ചെയ്യണം എന്ന് പറയുന്നത് ചെയ്യാതിരുന്നാൽ അതും പാപമാണ്. ഇന്ന് ലോകത്തിലെ മനുഷ്യന്റെ അവസ്ഥ വല്ലാത്ത ഒരു അനുഭവത്തിലൂടെ പോവുകയാണ്. ചെയ്യാൻ പറയുന്നത് ഇന്ന് ചെയ്യത്തില്ല, ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യും. ചിലരാണെങ്കിൽ ചെയ്യാൻ പറയുന്നത് എന്തു പറഞ്ഞോ അത് അതുപോലെ അതിന്റെ ആത്മീകാർത്ഥമോ അതിന്റെ സത്യമോ ഒന്നും ഉൾക്കൊള്ളാതെ അക്ഷരികമായി മാത്രം നോക്കി അങ്ങ് ചെയ്യുന്നവരുണ്ട്. ഒരിക്കലൊരു മനുഷ്യന് വീട്ടിൽ ജോലിക്കാരനായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ യജമാനൻ തന്നെ ഒരിക്കല് പുറത്തു പോയിട്ട് കുറച്ച് വിറക് വാങ്ങുവാനായിട്ട് പറഞ്ഞയച്ചു. താന് വിറകെടുക്കുവാനായിട്ട് ദൂരസ്ഥലത്തേക്ക് പോയി. ഒരു കെട്ട് വിറവെടുത്ത് തലയിൽ വെച്ച് തിരികെ വരികയാണ്. നടന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നുമില്ല. തലയിലെടുത്ത് വെച്ച് ഇങ്ങോട്ട് യാത്ര ചെയ്ത് വരികയാണ്. വന്ന് പെടലിയൊടിയുന്ന വേദന. വളരെ വേദനപ്പെട്ട് വീട്ടിൽ കൊണ്ട് ഇറക്കി വെച്ചിട്ട് യജമാനോട് കോപിച്ചു, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, ഇത്രയും ഭാരമുള്ള സാധനം എന്റെ തലയിൽ അടിച്ചു വെച്ച് എന്റെ പെടലി ഒടിഞ്ഞു പോയി. ആ യജമാൻ പറഞ്ഞടാ ബുദ്ധിഹീനനെ, നിനക്കത് ഭാരമെന്ന് തോന്നിയാൽ അതങ്ങ് താഴെയിട്ടാൽ പോരായിരുന്നോ? അദ്ദേഹം ശരി, അങ്ങനെയാണോ? ചില നാളുകൾക്ക് ശേഷം ആ യജമാനന്റെ ഭാര്യ നല്ല പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ആ സഹോദരി ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, മാർക്കറ്റിൽ പോയി കുറെ മൺചട്ടികൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, ചെടി വെക്കാൻ. ഇദ്ദേഹം ഒരു വലിയ കൊട്ടയ്ക്കകത്ത് നിറയെ ചട്ടികളും വാങ്ങി ഇങ്ങനെ തലയിലെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. വന്ന വഴിയിൽ പഴയ സ്ഥലത്ത് വന്നപ്പോൾ വീണ്ടും പെടലിക്ക് വേദന. അപ്പോൾ യജമാനൻ പറഞ്ഞ കാര്യം ഓർത്തു, താഴെ ഇട്ടാൽ മതി. ഇദ്ദേഹം ഈ ചട്ടിയും കലവെല്ലാം കൂടെ പൊത്തുവന്ന് താഴെ ഇട്ടു. എല്ലാം പൊടിഞ്ഞ് മൺകൂനയായിട്ട് മാറി. യജമാനൻ അവനെ വിളിച്ച് വഴക്ക് പറഞ്ഞിടാ, ഒരു ഉന്തുവണ്ടി ഒരു കൈവണ്ടി വിളിച്ചത് കൊണ്ടുവന്നാ പോരെ, നിനക്ക് ഇത്ര ബുദ്ധിയില്ലേ? ചില നാളുകൾ കഴിഞ്ഞ് ആ യജമാനന്റെ ഭാര്യ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ഒരു തീപ്പെട്ടി വാങ്ങാൻ പറഞ്ഞു വിട്ടു. ഇവൻ മാർക്കറ്റിൽ ചെന്ന് ഒരു തീപ്പെട്ടി വാങ്ങി 30 പൈസയും കൊടുത്ത് ഒരു കൈവണ്ടി വിളിച്ച് ആ കൈവണ്ടിയിൽ ഈ തീപ്പെട്ടിയും വെച്ച് വലിച്ചുകൊണ്ട് വരികയാണ്. അവൻ തീപ്പെട്ടിയും കൊണ്ട് കൈവണ്ടിയെ വന്നപ്പോൾ ചോദിച്ചു, എടാ പൊട്ട, നിനക്കിതങ്ങ് പോക്കറ്റിലിട്ടുകൊണ്ട് വന്നാ പോരെ? 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ സഹോദരി 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിക്കാൻ ഇവനെ പറഞ്ഞു വിട്ടു. ഇവൻ കടയിൽ ചെന്നിട്ട് പറഞ്ഞു, ഈ പോക്കറ്റിലോട്ട് ഒഴിച്ചോളാൻ പറഞ്ഞു. അവൻ പോക്കറ്റിൽ വെളിച്ചെണ്ണയും കൊണ്ടുവന്നവന്റെ ശരീരത്ത് മൊത്തം എണ്ണ പിടിച്ചു. ഇന്ന് ചിലർ ഇങ്ങനെയാ ചെയ്യുന്നത്. ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യുകയില്ല, ചെയ്യരുതേ എന്ന് പറയുന്നത് ചെയ്യാൻ പോകും. ചിലര് പറഞ്ഞിരിക്കുന്നത് അതുപോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമൊന്നും തിരിച്ചറിയാൻ കഴിയാതെ അത് അങ്ങനെ തന്നെ അങ്ങ് പാലിക്കാൻ നോക്കൂ. ഇതെല്ലാം അപകടത്തിന്റെ ലക്ഷണങ്ങളാണ്. ബൈബിൾ പറയുന്നു, ദൈവത്തോടുള്ള ബന്ധം ഒരുവൻ വിച്ഛേദിക്കുമ്പോൾ അവനിൽ പാപം ആരംഭിക്കുകയാണ്. അടുത്തത് ദൈവത്തിന് വിപരീതമായി അവൻ ചെയ്യുന്നതും പറയുന്നതും എല്ലാം പാപമാണ് എന്ന് ദൈവവചനം പറയുന്നു. അടുത്തത് ദൈവം കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളുണ്ട്. ഇതൊക്കെ ആര് ലംഘിക്കുന്നുവോ, സ്വർഗത്തിലെ ദൈവം ഭൂതലത്തിൽ പാർക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ നീതി അവന്റെ ജീവിതത്തിൽ വരുവാൻ ദൈവം അവനോട് കൽപ്പിച്ചിരിക്കുന്ന അഗ്നിമയമായ പ്രമാണങ്ങളും കൽപ്പനകളുമുണ്ട്. എന്നാൽ ഇത് ഇന്നത്തെ ലോകത്തിൽ പലർക്കും ഇഷ്ടമല്ല. ദൈവത്തിന്റെ കൽപ്പന ആര് ലംഘിക്കുന്നുവോ അവിടെ പാപം പ്രവേശിക്കുകയാണ്. അതാണ് പാപം. എന്താണ് പാപമെന്ന് പറയും? ഒന്ന്, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്നത്.
2 ദൈവത്തിന് എതിരായി പറയുന്നതും ചെയ്യുന്നതും. 3 ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കുന്നത്. ഒറ്റ വാക്കിൽ പാപത്തിന് ഈ ഒരു വ്യാകരണം കൊടുത്ത് ഞാൻ ആ ഭാഗത്തുനിന്ന് മുൻപോട്ട് മാറട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്താണ് എബ്രായ ലേഖനം 9:28 വാക്യത്തിൽ നാം വായിച്ചത്? യേശു മടങ്ങി വരും. ആർക്ക് വേണ്ടി? പാപം കൂടാതെ നിൽക്കുന്നവർക്ക് വേണ്ടി. എന്താണ് പാപം എന്ന് ഈ പറഞ്ഞ വാക്കുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അങ്ങനെയാണെങ്കിൽ ആരാണ് പാപം കൂടാതെ നിൽക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ഡബിൾ PhD എടുത്ത ഒരാൾക്ക് പാപമില്ലാതെ ജീവിക്കാൻ കഴിയുമോ? ഇല്ല. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ ബുദ്ധിമാനായി ബുദ്ധിമണ്ഡലം കൊണ്ട് ലോകം മുഴുവൻ കീഴടക്കിയവർക്ക് പറയാമോ പാപമില്ല? ഇല്ല. മനുഷ്യന്റെ ബുദ്ധിമണ്ഡലത്താലുള്ള അറിവിനാൽ ഒരുവന് പാപമില്ലാതെ ജീവിപ്പാൻ സാധ്യമല്ല. നമുക്കറിയാം, ആറ്റം ബോംബ് കണ്ടുപിടിച്ച അമേരിക്കയിലെ ലോസ് അലമോസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അതിന്റെ ഡയറക്ടറായിരുന്ന ഓപ്പൺ ഹെയ്മർ എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യനുണ്ടായി. അദ്ദേഹം ആറ്റം ബോംബ് കണ്ടുപിടിക്കുവാനുള്ള തിയറികൾ മുഴുവൻ കണ്ടുപിടിച്ച ആ കമ്പനിയുടെ സുഗമമായ പ്രവർത്തനം നടത്തിയിരുന്ന വ്യക്തിയായി അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തോട് ഒരുവൻ ചോദിച്ചു, എന്താണ് മരണാനന്തര ജീവിതം? അങ്ങയുടെ അവസ്ഥ, ഇപ്പോഴത്തെ നിലവാരം എന്താ? അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഐ ആം എ കംപ്ലീറ്റ് ഫെയിലർ. ഞാനൊരു സമ്പൂർണ്ണ പരാജിതനാണ്. എന്റെ ബുദ്ധി കൊണ്ട്, എന്റെ അറിവ് കൊണ്ട് ഞാൻ പലതും ഉണ്ടാക്കി, ഞാൻ പലതും നേടിയെടുത്തു. പക്ഷെ ഇപ്പോൾ ഞാൻ ആധ്യാത്മിക മണ്ഡലത്തിൽ നിന്ന് വചനപരമായി നോക്കുമ്പോൾ ഞാനൊരു സമ്പൂർണ്ണ പരാജിതനാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ബുദ്ധിയുടെ വളർച്ച കൊണ്ട് പാപത്തെ വിട്ടൊഴിയുവാൻ ആർക്കും സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. അതിന് പരിഹാരം ബൈബിൾ ചില വസ്തുതകൾ പറയുന്നുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു തമ്പുരാന്റെ 1-ാം വരവിനെ കുറിച്ച് ബൈബിൾ പറയുന്നു. അവൻ എന്തിനാണ് ലോകത്തിൽ വന്നത്? അവൻ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം. വായിക്കാമോ 1-ന്റെ 3-ാമത്തെ വാക്യം? അവൻ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നു. പാപങ്ങൾക്ക് അവൻ പരിഹാരമുണ്ടാക്കി. ദൈവത്തിന് സ്തോത്രം. യേശു തമ്പുരാൻ ഈ ലോകത്തിൽ വന്ന് അവൻ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി എന്ന് ബൈബിൾ പറയും. അതിനെക്കുറിച്ച് പത്രോസ് പറഞ്ഞത് 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ പറയുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ പാപം ചുമന്ന് ക്രൂശിന്മേൽ കയറി. വായിച്ചാട്ട് 24-ാം വാക്യം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിമാന്മാരായി ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അടുത്തതോടെ അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 2 കാര്യങ്ങളാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. ഒന്ന്, പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി യേശു ക്രൂശിൽ കയറി. അടുത്തതായി അപ്പോസ്തലൻ പറയുക, അടിപ്പിണരുകളാൽ സൗഖ്യം. ഇന്ന് രാത്രിയിലും ദൈവാത്മാവിനോട് ഓർപ്പിച്ചതുകൊണ്ട് പറയുക, ശരീരത്തിൽ ബലഹീനരായി കർത്താവിന്റെ മുഖത്ത് നിന്ന് ആ സൗഖ്യവും വിടുതലും പ്രാപിപ്പാൻ ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന ചില ഭക്തന്മാർ ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം എന്താണ് നമ്മെ ഓർപ്പിച്ചത്? അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി അവൻ ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 2 കാര്യങ്ങളെ പ്രധാനമായി അപ്പോസ്തലൻ അവിടെ ഓർപ്പിക്കുന്നു. ഒന്ന്, പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി യേശു ക്രൂശിൽ കയറി. 2, അവന്റെ അടിപ്പിണരുകൾ നമുക്ക് സൗഖ്യത്തിലുള്ളതാണ്. ഇത് യേശുനാഥന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവിന്റെ പ്രവചന ഭാഗത്തുള്ള ഒരു സത്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. പാപശാന്തിയും രോഗശാന്തിയും യേശുവിന്റെ ക്രൂശിൽ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. ഇന്ന് രാത്രി എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? രോഗത്തിന്റെ സൗഖ്യവും അതുപോലെ പാപത്തിന്റെ വിടുതലും. ഇന്ന് രാത്രി വേളയിൽ പാപം ഒരു ഭാരമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോടുകൂടെ പോരാടുന്നുണ്ടെങ്കിൽ ആ പാപത്തിന്റെ പരിഹാരത്തിന് യേശു കാൽവറിയിലേക്ക് കയറി. മാത്രമല്ല, രോഗത്തിന്റെ സൗഖ്യവും അവന്റെ ക്രൂശിൽ നമുക്കായി ഉണ്ട് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നാം അതിന്റെ 4-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവവചനം അവിടെ ഓർപ്പിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നുവെന്നാണ്. വായിച്ചാട്ടെ. സകലത്തിനു മുൻപേ തമ്മിൽ ഒറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. ദൈവവചനം പറയുന്നു സ്നേഹം പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയാ. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 9:28 പറയുന്നത് പാപം കൂടാതെ നിൽക്കുന്നവർക്ക് വേണ്ടി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. അപ്പോൾ ആരാണ് ഈ പാപം കൂടാതെ നിൽക്കുന്നത്? ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു, പാപമില്ലാതെ നിൽക്കുവാൻ പാപത്തിന് പരിഹാരം വരുത്തിയ ഒരുവനുണ്ട്, പരിഹാരത്തിന്റെ ഒരു മാർഗവുമുണ്ട്. പരിഹാരം വരുത്തിയവൻ നസ്രയനായ യേശു. പരിഹാരത്തിന്റെ മാർഗം അവന്റെ ക്രൂശുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ആ ക്രൂശിനെ നോക്കി, പരിഹാരദായകനെ നോക്കി നിലവിളിക്കുന്ന ആരുണ്ടോ അവരുടെ ജീവിതത്തിൽ അതിനുള്ള വിടുതലും അവർക്ക് പ്രാപിപ്പാൻ കഴിയും. ഇവിടെ നാം വായിച്ചു കേട്ടത് സ്നേഹം പാപത്തിന്റെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഒരുവന്റെ പാപം, മനുഷ്യന്റെ പാപം എത്ര ആഴമേറിയതും എത്ര ഘനമേറിയതുമായിരുന്നാലും അവന്റെ ദൈവത്തിന്റെ സ്നേഹം അതിന്റെ ബഹുത്വത്തെ മറയ്ക്കുന്നുവെന്നാണ്. എന്താണ് അവന്റെ സ്നേഹം? അതാണ് യേശുവിന്റെ കാൽവറി എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അവന്റെ കാൽവറിയായിരുന്നു സ്നേഹം. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ പറയുന്നു, കാൺമീൻ, പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹത്തെ നൽകി. യേശുവിന്റെ സ്നേഹം ലോകം അറിഞ്ഞത് അവന്റെ ക്രൂശിലായി. യേശുവിന്റെ കാൽവറി, അതിലൂടെയാണ് ലോകം ദൈവത്തിന്റെ സ്നേഹത്തെ അറിഞ്ഞത് എന്ന് ബൈബിൾ നമ്മെ വളരെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത് സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കും. ഈ രാത്രിവേളയിൽ പാപത്തിന്റെ ഭാരത്താൽ പിടിക്കപ്പെട്ട് ജീവിതയാത്രയിൽ ഒരുപക്ഷെ നിരാശരായി എപ്രകാരം ജീവിതം മുൻപോട്ട് തള്ളി നീക്കണം എന്ന് വേണ്ടും പോലെ തിരിച്ചറിയാതെ പാപത്തിന്റെ ഭാരത്താൽ വേദനപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന ആരെങ്കിലും ഞങ്ങളുടെ ശബ്ദത്തെ കേൾക്കുന്നെങ്കിൽ അതിനുള്ള പരിഹാരം യേശു ഇന്നേക്ക് 2000-ഓളം വർഷങ്ങൾക്ക് മുൻപ് അവൻ കാൽവറിയിൽ ചെയ്തു എന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുകയാ. എന്താണ് അവൻ കാൽവറിയിൽ ചെയ്തത്? അവന്റെ സ്നേഹത്തെ അവൻ വെളിപ്പെടുത്തി. അവന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവന്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകി. മാത്രമല്ല അവന്റെ രക്തം, അവസാന തുള്ളി രക്തവും എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒഴുക്കി തന്നു. ആ രക്തം ലോകത്തിലേക്ക് ഒഴുക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത്? യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തെ വായിച്ചാട്ടെ. 1 യോഹന്നാൻ 1-ന്റെ 7-ാം വാക്യം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇന്ന് രാത്രി വേളയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, പാപമില്ലാത്തവർക്ക് വേണ്ടി പാപം കൂടാതെ രണ്ടാമത് അവൻ പ്രത്യക്ഷനാകും എന്ന് ബൈബിളിൽ ഓർപ്പിക്കുമ്പോൾ അതാണ് അന്ത്യകാലത്തെ രക്ഷ. ഈ രക്ഷയെ ആർക്ക് പ്രാപിപ്പാൻ കഴിയും? പാപം ഇല്ലാതെ നിൽക്കുന്നവർ. ആരാണ് പാപമില്ലാതെ നിൽക്കുന്നവർ? പാപത്തിന്റെ പരിഹാര മാർഗത്തെ കണ്ടുവരും, പാപപരിഹാരദായകനെ കണ്ടുവരും. പാപപരിഹാരദായകൻ നമ്മുടെ യേശുവാൻ. അതിനുള്ള മാർഗം യേശുവിന്റെ ക്രൂശും അവിടെ അവൻ ചൊരിഞ്ഞതായ രക്തവുമാകുന്നു എന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി വേളയിലും ആ കാൽവറിയുടെ അനുഭവത്തെ ഹൃദയം കൊണ്ടൊന്ന് ചിന്തിക്കാമോ? യേശുവിന്റെ കാൽവറി എന്താണ്? അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട് 3 ആണികളിൽ മേൽ തൂങ്ങി തന്റെ ശരീരം മുഴുവൻ അടിച്ചു തകർക്കപ്പെട്ട് വേദനപ്പെട്ട് പിടഞ്ഞ് അവന്റെ അവസാന തുള്ളി രക്തവും മാനവജാതിയുടെ പാപത്തിന് വേണ്ടി ഒഴുക്കി തന്നപ്പോൾ ബൈബിളിൽ അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രി വേളയിൽ ഞങ്ങളെ കേൾക്കുന്ന വാത്സല്യ സ്നേഹിതരെ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിന്റെ പാപം കടുംചുവപ്പായിരുന്നാലും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ പഞ്ഞി പോലെ വെളുപ്പിക്കുവാൻ കഴിവുള്ള യേശുവിന്റെ രക്തം നമ്മുടെ മനസ്സാക്ഷിയുടെ കറയെ കഴുകും. പാപത്തിന്റെ കറ, മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കറയെന്ന് പറയുന്ന പാപത്തിന്റെ കറയാണ്. മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകുന്നതും അവന്റെ വസ്ത്രത്തിൽ പകരുന്ന കറയും ഒക്കെ ആണെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഇന്ന് അത് കളയുവാൻ ഒരുപാട് ഡിറ്റർജന്റുകളുണ്ട്. അതൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ വസ്ത്രത്തിൽ പറ്റുന്ന കറകൾ പോകും, ശരീരത്തിൽ പറ്റുന്ന പാടുകളൊക്കെ പോകും. എന്നാൽ മനുഷ്യന്റെ മനസ്സാക്ഷിയിൽ പറ്റുന്ന പാപത്തിന്റെ കറ കഴുകുവാൻ ഈ ഉലകത്തിൽ ഇന്ന് വരെ ഒരു ഡിറ്റർജന്റും ആരും കണ്ടുപിടിച്ചില്ല. അതിനുള്ള മാർഗങ്ങൾ ഒന്നും ഭൂമിയിൽ ഇന്ന് വരെയും കണ്ടുപിടിക്കാതിരിക്കേ വിശുദ്ധ ബൈബിൾ അതിനുള്ള മാർഗം പറയും. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയാണ്. യേശുവിന്റെ കാൽവറിയിൽ അവൻ ചൊരിഞ്ഞ രക്തം, നമുക്ക് വേണ്ടി ഒരുക്കി തന്ന രക്തം. കാൽവറിയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തി നോക്കിയാൽ
അതേ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി തീർന്ന യേശുവിന്റെ രൂപം. വേദനപ്പെടുന്നവൻ, തലയിൽ മുൾക്കിരീടധാരിയായി, കൈകാലുകൾ കൂർത്തുമൂർത്ത കാലിനും പാണികൾ കേൾപ്പിച്ചു കൊടുത്തവനായി, പുറം ചാട്ടവാറിന് വിട്ടുകൊടുത്ത്, അവന്റെ വിലാപ്പുറം നീണ്ട കുന്തത്തിന് ഏൽപ്പിച്ചു കൊടുത്ത്, അവന്റെ മുഖം തുപ്പലും നിന്നയ്ക്കും ഏൽപ്പിച്ച്, അവന്റെ താടിരോമങ്ങൾ അവർ പറിച്ചെടുത്ത്, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും രക്തമൊഴുകുന്ന യേശുവിന്റെ അനുഭവം. പീലാത്തോസിന്റെ ഗബദ എന്ന കൽത്തളത്തിൽ അടിയേറ്റ് തകർന്നു വീണവൻ ഭാരമേറിയ ക്രൂശും വഹിച്ച് വീണുമെഴുന്നേറ്റു കാൽവറിയിൽ ഗാൽഗുഥായിലേക്ക് നടന്നുപോയി. അവിടെ ചെന്ന് 3 ആണികൾ കൊണ്ടവനെ അവർ അറിഞ്ഞു തറച്ചു. ക്രൂശ് ഞാണിന്മേൽ വലിച്ചുയർത്തി പാറയിൽ വെട്ടിയുണ്ടാക്കിയ വെള്ളിലേക്ക് അവർ വലിച്ചിടുമ്പോൾ യേശുവിന്റെ ശരീരം, ലോകരക്ഷിതാവിന്റെ ശരീരം പിടയുകയാണ്. 3 ആണികളിന്മേൽ തൂങ്ങിയാടുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ, ദൈവത്തിനും മനുഷ്യനും മധ്യേ വീണ്ടെടുപ്പിന്റെ മാർഗം ലോകത്തിന്റെ മുൻപാകെ തുറന്നു കൊടുത്തുകൊണ്ട് പാപത്തിന്റെ പരിഹാര മാർഗം തുറന്നവൻ, പാപപരിഹാരദായകൻ, പാപപരിഹാരത്തിനുള്ള ഉറവ തന്റെ വിലാപ്പുറം തുറന്ന് ലോകത്തിലേക്ക് ഒഴുക്കി കൊടുത്തപ്പോൾ പാപമില്ലാത്ത പരിശുദ്ധമായ അവന്റെ രക്തം ലോകത്തിലെ മനുഷ്യന്റെ പാപം കഴുകി. ആ പാപം കഴുകപ്പെട്ട ആ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് വീണ്ടും പാപമില്ലാതെ ജീവിക്കുന്നവരാരുണ്ടോ അവരാണ് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് പാപം കൂടാതെ നിൽക്കുന്നത്. അതിനുള്ള മാർഗം, ഏക മാർഗം യേശുവും അവന്റെ കാൽവറിയുമാകുന്നു എന്ന് ബൈബിൾ പ്രകാരം പറയുന്നു. കാൽവറിയിലേക്ക് നോക്കിയാൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത കാണാം. കാൽവറിയിലേക്ക് നോക്കിയാൽ ദൈവത്തിന്റെ കൃപയുടെ പൂർണ്ണത അവിടെ കാണാം. കാൽവറിയിലേക്ക് നോക്കിയാൽ ദൈവ കരുണയുടെ പൂർണ്ണത അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഒരിക്കലൊരു ഭക്തൻ യേശുവിന്റെ കാൽവറിയെ കണ്ടപ്പോൾ താൻ ഇപ്രകാരം പറഞ്ഞു, എന്റെ നാവ് കൊണ്ടത് വർണ്ണിപ്പാൻ സാധ്യമല്ല, അത് ദൈവത്തിന്റെ കരുണയുടെ ആഴമാണ് എന്ന് താൻ പറയുവാനിടയായി. അത് പറഞ്ഞ് താൻ ഇപ്രകാരം പാടുകയും ചെയ്തു. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ, ദൈവസുധൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ, ദൈവസുധൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ, ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ, ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ, കുരിശു ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകാലുകളെ അതിന്മേൽ, കുരിശു ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകാലുകളെ അതിന്മേൽ, ശരിക്കിരുമ്പാണികൾ തറപ്പതിനായി അതു സ്മരിക്കുകിൽ വിസ്മയനീയോ, ശരിക്കിരുമ്പാണികൾ തറപ്പതിനായി അതു സ്മരിക്കുകിൽ വിസ്മയനീയം, ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. അത് മനുഷ്യന്റെ നാവുകൾ കൊണ്ട് വർണ്ണിപ്പാൻ സാധ്യമല്ല. യേശുവിന്റെ കാൽവറി അത്ര അത്ഭുതമായി. ഇന്ന് രാത്രി വേളയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവസാന തുള്ളി രക്തമൊഴുക്കി തന്നവൻ, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വന്തം വിലാപ്പുറം തുറന്ന് പാപപരിഹാരത്തിന്റെ ഉറവ ഒഴുക്കി തന്നു. ആ ഉറവയിൽ കൂടെ ഒഴുകിയ അവന്റെ രക്തത്താൽ ആര് ശുദ്ധീകരണം പ്രാപിച്ചുവോ, ആ രക്തത്തെ ഏറ്റുപറഞ്ഞ് ആര് വീണ്ടെടുപ്പും രക്ഷയും പ്രാപിച്ചുവോ, അവർ മാത്രമേ യേശുവിന്റെ പുനരുദ്ധാന
പുനരാഗമനത്തിൽ ആ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ആകയാൽ പാപത്തിൽ നിന്നുള്ള വിടുതൽ യേശുവിന്റെ നാമത്തിലും യേശുവിന്റെ രക്തത്തിലൂടെയും നാം പ്രാപിച്ചെങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവിങ്കൽ നമുക്ക് പോയി നിൽപ്പാൻ കഴിയൂ എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അടുത്തത് യേശുവിന്റെ വരവ് ആർക്ക് വേണ്ടിയാണ്? പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതിയപ്പോൾ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിച്ചാട്ടെ. 4-16-17 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്ടെ. കർത്താവ് താൻ ഗംഭീരനാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. യേശുവിന്റെ പുനരാഗമനം ആർക്ക് വേണ്ടി? ക്രിസ്തുവിൽ മരിച്ച ഭക്തന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അപ്പോ ഒരു ചോദ്യം വരും, ആരാണ് ഈ ക്രിസ്തുവിൽ മരിച്ചത്? മനസ്സിലാക്കാനായിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ പത്രങ്ങളിലൊക്കെ നമ്മൾ ഒരു പേജ് അതിനുവേണ്ടി അവർ മാറ്റിയിട്ടിട്ടുണ്ട്, നിര്യാതരായി എന്നൊരു കോളം. അതിൽ നമ്മൾ ഇപ്രകാരം അനേകരുടെ പടം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും പരിചയക്കാരുടെയും ഇനിയും കാലം ഉണ്ടെങ്കിൽ നമ്മുടെ ഒക്കെ പടം അവിടെ വരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊക്കെ ധൈര്യമായിരുന്നാൽ മതി. ഒരു ദിവസം പടം നിങ്ങൾ അറിയാതെ പ്രിയപ്പെട്ടവർ അവിടെ അച്ചടിച്ചു വെക്കും, നാട്ടുകാർ വായിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. എന്തായിരിക്കും വാർത്തയെന്നറിയാം? ഇന്ന സ്ഥലത്ത് ഇന്ന വീട്ടിൽപ്പെട്ട ഇന്നയാൾ ഇത്ര ദിവസം മരിച്ചുപോയി, നാളെ അടക്കാരാധന നടത്തും. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഒരു ചോദ്യം വരൂ, എന്തുകൊണ്ടാണ് അങ്ങേര് മരിച്ചത്? ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട് മരിച്ചു? ആ കട്ടപ്പനയിൽ ഒരാൾ, തൂക്കുപാലത്ത് ഒരാൾ മരിച്ചു. എന്തുകൊണ്ട് മരിച്ചു? വണ്ടി ഇടിച്ച് മരിച്ചു, അല്ല ഷുഗർ കൂടി മരിച്ചു, ക്യാൻസർ വന്ന് മരിച്ചു. ദൈവത്തിന് സ്തോത്രം. അല്ല, നല്ല വയസ്സായി മരിച്ചു. ഞാൻ പറയും ഇതൊന്നുമല്ല കാരണം. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ നമ്മളുണ്ടാക്കിയ കാരണങ്ങളാ. ജനിച്ചതുകൊണ്ട്, അവനൊരു ശരീരം ഉണ്ടായതുകൊണ്ട് അവന് കിട്ടിയ കാരണങ്ങളാണിത്. ഞാൻ പക്ഷെ ഇപ്പൊ ഈ കാരണമൊന്നും പറയത്തില്ല. ഒറ്റ വാക്കിൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. അദ്ദേഹം മരിച്ചത് ഈ ഭൂമിയിൽ ജനിച്ചതുകൊണ്ട്. ഇവിടെ ജനിക്കാത്ത ഒരാളെ എങ്ങനെ വണ്ടി ഇടിക്കും? തൂക്കുപാലത്ത് ജനിക്കാത്ത ഒരാളെ എങ്ങനെ വണ്ടി ഇടിക്കും? ഇവിടെ ജനിക്കാത്ത ഒരാൾക്ക് എങ്ങനെ ഷുഗർ പിടിക്കും വച്ചാ? ഇല്ല, ആർക്കും അത് ഒരിക്കലും വരത്തില്ല. എന്തുകൊണ്ട് മരിച്ചു? ജനിച്ചതുകൊണ്ട് മരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അത് യേശുവിന്റെ വരവിൽ സംഭവിപ്പാൻ പോകുന്ന ഒരു കാര്യമാ. ക്രിസ്തുവിൽ മരിച്ചവർ. അപ്പൊ ആരാണ് ഈ ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരിയുടെ പാട്ട് പാടിയവരല്ല. ദൈവത്തിന് സ്തോത്രം. യേശുവിൽ ജനിച്ചവർ, അവരത്രേ ക്രിസ്തുവിൽ മരിക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി സ്നേഹിത, കഴിഞ്ഞ നിന്റെ ദീർഘനാളത്തെ ജീവിതം കൊണ്ട് നീ യേശുവിൽ ജനിച്ചിട്ടുണ്ടോ? നീ അന്നമ്മയ്ക്കും അതുപോലെ തങ്കച്ചനും ജനിച്ചതായിരിക്കാം. നിന്റെ അപ്പന്റെ അമ്മയുടെയും പേര് നിനക്ക് ഓർമ്മയുണ്ട്, സർട്ടിഫിക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചോദിക്കട്ടെ, നീ യേശുവിൽ ജനിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിലേ കാഹളത്തിന്റെ ശബ്ദം ആദ്യം കാതുകളിലേക്ക് വരൂ. ബൈബിൾ പറയുന്നു, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ ക്രിസ്തുവിൽ മരിച്ചവരാകണമോ? അതിനു മുമ്പ് യേശുവിൽ ജനിക്കണം. ഒരിക്കല് നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു പള്ളിഭക്തൻ, നല്ല പ്രാസംഗികനാ, യേശുവിന്റെ അടുക്കൽ രാത്രിയിൽ ഒരു റാന്തൽ വിളക്കൊക്കെ കത്തിച്ചുകൊണ്ട്, കാരണം ഈ രാത്രി വന്നത് പകല് വന്ന നാട്ടുകാർ കല്ലെറിയും, അതുകൊണ്ട് ആരും കാണാതെ പള്ളിഭക്തനായ നിക്കോദിമോസ് യേശുവിന്റെ അടുക്കലേക്ക് രാത്രി വന്നു എന്നാ പറയുന്നത്. രാത്രി വന്നപ്പോ അവന്റെ വിഷയം ഇതാണ്, നിത്യജീവനെ പ്രാപിപ്പാൻ എന്താ അക്കരയ്ക്ക് പോകാനുള്ള വഴിയും ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. നമ്മുടെ പല ആളുകളും അമേരിക്കൻ എംബസിയുടെയും UK എംബസിയുടെയും അതുപോലെ ഗൾഫ് രാജ്യങ്ങൾ പോകുവാൻ എംബസിയുടെ മുമ്പിൽ പോയി നിൽക്കുന്നത് പോലെ നിക്കോദിമോസ് ജീവിത യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് അക്കരെ പോകാനുള്ള എംബസിയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. യേശുവിനോട് ചോദിച്ചു, അക്കരയ്ക്ക് പോകാൻ എന്താ വഴി? യേശു തമ്പുരാൻ അവന്റെ അന്തർഗതം മനസ്സിലാക്കി അവന്റെ അകത്തേക്ക് ഒരു അമ്പങ്ങോട്ട് എഴുതി വിട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു, നിക്കോദിമോസേ, നീ പുതുതായി ജനിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്കതിനെ കുറിച്ച് കാണാം. യേശു നിക്കോദിമോസിനോട് പറഞ്ഞു, പുതിയതായി ജനിക്കണം. അപ്പൊ ഈ നിക്കോദിമോസ് വയസ്സനാണെങ്കിലും ഇത്രയും കാലത്തിനിടെ ആകെ ഒറ്റ ജനനമേ അറിയത്തുള്ളൂ, അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്ന ജനനം. അപ്പോൾ ചോദിച്ചു, വൃദ്ധനായ ശേഷു രണ്ടാമത് പിന്നെ ഒരു ജനനമുണ്ടോ? അപ്പോൾ യേശു മനസ്സിലാക്കി കൊടുക്കുവാൻ പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തെ കടപ്പാൻ സാധ്യമല്ല. ഒന്ന് പുതിയതായി ജനിക്കണം, അപ്പോൾ സ്വർഗരാജ്യം കാണാം. അടുത്തത് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം, അപ്പോൾ സ്വർഗരാജ്യത്തിൽ കടക്കാം. ഈ മൂന്ന് വിധ ജനനങ്ങളും കൂടെ ചേർത്ത് പഠിച്ചാൽ
ഇതാണ് ക്രിസ്തുവിലുള്ള ജനനമെന്ന് പറയുന്നത്. പുതിയതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ പഴയ അവസ്ഥകൾക്ക് മാറ്റം വരിക. ഇന്നലെ വരെ ജീവിച്ച പാപവഴികളോട് യാത്ര പറഞ്ഞ് മാനസാന്തരപ്പെടണം. ബൈബിൾ പറയുന്നു, അറിയായ്മയുടെ കാലം ദൈവം ഗണ്യമാക്കുന്നില്ല. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു, കൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പത്രോസ് പ്രകാരം പറയുന്നു, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അടുത്തത്, എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിക്കുന്ന ദൈവം ലോകത്തോട് ദീർഘക്ഷമ കാണിക്കുകയാണ്. ഈ കാലം ദീർഘക്ഷമയുടെ കാലമാണ്. ഇതിനെ കൃപയുടെ കാലമെന്നാ പറയുന്നത്. ഇത് ദീർഘക്ഷമയുടെ കരുണയുടെ കാലമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം തമ്പുരാൻ കരുണ കാണിക്കുക. ഒരുത്തനെങ്കിലും മാനസാന്തരപ്പെടുന്നെങ്കിൽ പെടട്ടെ. ഇന്ന് രാത്രി ഈ ദേശത്തോടുള്ള കരുണയുടെ, ദൈവത്തിന്റെ ഒരു നന്മയുടെ ഭാഗമാണ് ഈ ബൈബിൾ ക്ലാസ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു വ്യക്തിയെങ്കിലും മാനസാന്തരപ്പെട്ട് പുതിയതായി ജനിക്കട്ടെ. വെള്ളത്താൽ ജനിക്കട്ടവൻ ആത്മാവിനാൽ ജനിക്കട്ടെ. ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 3 സത്യങ്ങളാണ്. 1 മാനസാന്തരം, 2 വെള്ളത്താൽ ജനനം അഥവാ സ്നാനം, 3 ആത്മാവിനാലുള്ള ജനനം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന അവസ്ഥ. ഇതിലൂടെയാണ് ഒരുവൻ ക്രിസ്തുവിൽ ജനിക്കുക എന്ന് പറയുന്നത്. അവരെ ക്രിസ്തുവിൽ മരിക്കുകയുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവരാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്. അല്ലാതെ ക്രിസ്തീയ പാരമ്പര്യപ്രകാരം ജനിച്ചു എന്ന് പറയുന്നത് കൊണ്ട് യേശുവിൽ മരിപ്പാൻ സാധ്യമല്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ക്രിസ്തുവിൽ മരിച്ചവർ യേശുവിന്റെ പുനരാഗമനത്തിന്റെ നന്മ അനുഭവിപ്പാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ആകയാൽ നാം ആ ക്രിസ്തുവിന്റെ പുനരാഗമനമെന്ന അന്ത്യകാല രക്ഷയുടെ ഗുണം അറിയുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടണമെന്ന് ബൈബിൾ നമ്മെ വളരെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ പുനരാഗമനത്തിന് എപ്രകാരം നാം ഒരുങ്ങണം ബൈബിൾ വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് തന്റെ തത്വങ്ങൾ ലോകത്തിൽ മനുഷ്യന്റെ മുൻപാകെ കൊടുത്ത് തന്റെ ജീവിതവും രക്തവും ലോകത്തിൽ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ കൊടുത്ത്, ദൈവത്തിന് സ്തോത്രം, അവൻ നമ്മെ അവന്റെ പുത്രീ പുത്രന്മാരാക്കി, അവന്റെ മക്കളാക്കി. ദൈവത്തിന് സ്തോത്രം. അതാണ് അവനിൽ ജനിക്കുക. യേശുവിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം അവന്റെ മക്കളാകുന്നുവെന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. നാം അവന്റെ മക്കളാകുന്നുവെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. റോമാലേഖനം 9-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അപ്പോസ്തലൻ പറയുന്നു, ദൈവത്തിന് സ്തോത്രം, വാഗ്ദത്ത പ്രകാരം ജനിച്ചവരാരോ അവരാകുന്നു മക്കൾ. അങ്ങനെ ഒരു ജനനം നമുക്കുണ്ടാകണം. അത് അക്ഷരീകമായ ജനനമല്ല, അതൊരാത്മീക അനുഭവമാകുന്നു എന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. അപ്രകാരം ദൈവത്തിന്റെ ജനം ആത്മീകമായ അവസ്ഥയിൽ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളർച്ചയിലൂടെ അവർ കർത്താവിന്റെ മുൻപാകെ നിൽപ്പാൻ യോഗ്യരാകും. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പ്രകാരം പറഞ്ഞു, 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഞങ്ങൾ ഉപദേശിക്കുന്നു, പ്രബോധിപ്പിക്കുന്നുവെന്ന. ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ തികഞ്ഞവനായി യേശുവിന്റെ മുൻപാകെ നിൽപ്പാൻ യോഗ്യരാകേണ്ടതിന് ദൈവത്തിന്റെ വചനം അവനെ ഓർപ്പിച്ച് ഉണർത്തുകയാ. ഇന്ന് രാത്രി വേളയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ലോകം അന്ത്യത്തിലേക്ക് കുതിച്ചു പാഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ പോകുന്ന രക്ഷ നിന്റെ ജീവിതത്തിൽ നിനക്ക് അവകാശമാക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, നാം എന്താണ് ചെയ്യേണ്ടത്? ബൈബിൾ നമ്മെ ഓർപ്പിക്കുകയാണ്, നാം കർത്താവ് യേശുവിൽ ജനിച്ച് യേശുവിൽ വളർച്ച പ്രാപിച്ച് നമ്മുടെ കർത്താവിന് വേണ്ടി നാം ഒരുക്കപ്പെട്ടവരായി തീരണം എന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്രകാരം ഒരുക്കപ്പെടുന്ന ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന രക്ഷയാണ് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന രക്ഷ. ഇത് ഒരു അന്ത്യകാലമാണ്. ഞാൻ പറഞ്ഞല്ലോ, അന്ത്യകാലം എന്ന് പറയുമ്പോൾ അതിലെ ഏറ്റവും പ്രസക്ത ഭാഗം അന്ത്യകാലത്ത് വെളിപ്പെടുന്ന യേശുവിന്റെ പുനരാഗമനം എന്നുള്ള സംഭവമാണ്. ഒരിക്കൽ യേശു തമ്പുരാൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ, ഒലിവുമലയിലായിരിക്കുമ്പോൾ യേശുവിന്റെ അടുക്കൽ വന്ന്, ദൈവത്തിന് സ്തോത്രം, ആ ശിഷ്യന്മാർ വന്നൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി, നിന്റെ വരവിന്റെ ലക്ഷണങ്ങളും അടയാളങ്ങളും എന്താകുന്നു? ഇത് ഒരു അന്തിമ കാലമാണ് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിലേക്കൊന്ന് വരാം. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം പെട്ടെന്നൊന്ന് വായിച്ചാൽ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവര് ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തിലെ വാക്കുകൾ വായിക്കുന്നവൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ, ഇതൊക്കെ കേൾക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാരാകുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാ. അതിന്റെ അവസാനം പറയുക, സമയം അടുത്തിരിക്കുന്നു. ഇനി അധികം കാലം നമ്മുടെ മുൻപാകെയില്ല. അന്തിമകാലത്തിലേക്ക് എത്തിയെന്ന് പ്രവാചകന്മാർ പറയും, അപ്പോസ്തലന്മാർ പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു, സമയം അടുത്തിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 21
51 വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ വരവ് എന്തുകൊണ്ട് താമസിക്കുന്നു? ഒരു ചോദ്യമാണ്. അതിന്റെ ഉത്തരം അവിടെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയൂ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 21 വാക്യം വായിച്ചോട്ടെ. 3-ന്റെ 21 ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താക്കുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ യഥാസ്ഥാനപ്പെടുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകും. ഒരു സാധാരണ നിലയിൽ ഒരു ചോദ്യം ലോകത്തിൽ ഇന്ന് ഉണർന്നു വരുന്നുണ്ട്. എന്തുകൊണ്ട് യേശു മടങ്ങി വരുന്നില്ല? ദൈവവചനം അതിന്റെ ഉത്തരം പറയുകയാണ്. ലോകാരംഭം മുതൽ വിശുദ്ധ പ്രവാചകന്മാർ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ഒക്കെ നിവർത്തിക്കപ്പെടണം. അപ്പോൾ അവൻ വരും. അതുവരെയും സ്വർഗം അവനെ കൈക്കൊള്ളണം. യേശു മടങ്ങി വരും. ഇതിന്റെ സമയം ആർക്കറിയാം? ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ മടങ്ങിവരവ് എർക്കമായി എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായ ഒരു വരവാണ്. ആരും പ്രതീക്ഷിക്കുന്നത് പോലെ പ്രതീക്ഷിക്കുന്ന സമയത്ത് ആയിരിക്കുകയില്ല. സംഭവിക്കുന്നത് അത് അപ്രതീക്ഷിതമായ ഒരു വരവായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആകയാൽ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. എപ്പോൾ സംഭവിക്കും എന്നിവിടെ ഓർപ്പിക്കുകയാ. പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനങ്ങൾ, ദൈവത്തിന് സ്തോത്രം, അത് ഒക്കെ നിവർത്തിക്കപ്പെടണം. അപ്പോൾ അതുവരെയും സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, യേശു തമ്പുരാൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒരിക്കൽ തന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. ഒരു മലയിൽ യേശു ഇരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാർ വന്നു ചോദിച്ചു, ഗുരു, നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം ഒന്ന് പറഞ്ഞു തരയണം എന്ന് പറയുകയുണ്ടായി. എന്താണ് അപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുത്തത്? ഒന്ന് വായിച്ചട്ടെ. മത്തായി സുവിശേഷം 24-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്ന് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം പറഞ്ഞു തരണമെന്നും പറയുകയാണ്. യേശുവിന്റെ അടുക്കൽ വന്ന ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ഗുരു, അതെപ്പോൾ സംഭവിക്കും? യേശുവിന്റെ വരവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ ആ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ശിഷ്യന്മാർക്കത് ഗ്രഹിപ്പാൻ കഴിയാതെ യേശുവിനോടൊന്നൊരു ചോദ്യം ചോദിച്ചു, ഗുരു, അതെപ്പോഴാണ് സംഭവിക്കുന്നത്? നിന്റെ വരവിനും ഈ ലോകത്തിന്റെ അവസാനത്തിനും അടയാളങ്ങൾ പറഞ്ഞു തരണം. അതിന് കർത്താവ് ചില അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. വേഗത്തിൽ 2-3 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുക. വായിച്ചട്ടെ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 24-ാം അധ്യായം 37-ാമത്തെ വാക്യം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ദൈവത്തിന് മഹത്വമുണ്ടാകും. ഞങ്ങളുടെ പിൻപിൽ ഒരു ചാർട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചില സംഭവങ്ങളെ ഒക്കെ ഉൾപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന ഒരു ചാർട്ടാണ് ദൈവത്തിന് സ്തോത്രം ഞങ്ങളുടെ പിൻപിൽ കാണിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ പറയുന്ന വചനങ്ങളെക്കാളൊന്നും പ്രാധാന്യം ഈ കാണുന്ന ചിത്രങ്ങൾക്കോ ഇതിനൊന്നുമില്ല. വചനത്തിനാണ് പ്രാധാന്യം. അത് മനസ്സിലാക്കുവാൻ ചില കാര്യങ്ങൾ, ലോകത്തിൽ സംഭവിക്കുന്ന ചില വിഷയങ്ങൾ നിങ്ങളുടെ മുൻപാകെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ഈ കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കുകയാണ്. യേശു പറഞ്ഞ ഒന്നാമത്തെ ഒരു കാര്യം, നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചുവോ അത് ഈ കാലങ്ങളിലും സംഭവിക്കും. എന്താണ് നോഹയുടെ കാലത്ത് സംഭവിച്ചത്? അത് പഠിക്കുവാൻ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. വായിച്ചാട്ട് 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി. ഒന്നാമത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നോഹയുടെ കാലത്ത്, ദൈവത്തിന് സ്തോത്രം, ഭൂമിയിൽ ഈ ജനപ്പെരുപ്പം ഉണ്ടായി തുടങ്ങിയത് നോഹയുടെ കാലത്ത്. യേശു പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചുവോ അത് ഈ കാലത്ത് സംഭവിക്കും. ആധുനിക ലോകത്തെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. ലോകം ഇന്ന് ജനസംഖ്യാ വർധനവിൽ ശ്വാസം മുട്ടി മുൻപോട്ട് പോകുന്ന ഒരവസ്ഥയിലാണ് മുൻപോട്ട് പോകുന്നത്. ചാർട്ടിന്റെ ഈ 1-ാം ഭാഗത്തേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ചില നാളുകൾക്ക് മുമ്പ് ന്യൂയോർക്ക് ബുള്ളറ്റിൻ എന്ന് പറയുന്ന പത്രത്തിൽ വന്ന ഒരു ചെറിയ ചാർട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിന് അവർ കൊടുത്തിരുന്ന പേര് പോപ്പുലേഷൻ ബോംബ് എന്നായിരുന്നു. നമ്മൾ അണുബോംബെന്നും ആറ്റം ബോംബെന്നും പിന്നെ അതുപോലുള്ള പല ബോംബിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നാട്ടിൻപുറത്താണെങ്കിൽ പെട്രോൾ ബോംബുണ്ട്, അതുപോലെയുള്ള പല ബോംബുകളും ഉണ്ട്. എന്നാൽ ഇവിടെ ന്യൂയോർക്ക് ബുള്ളറ്റിൻ കൊടുത്തിരിക്കുന്ന പേര് പോപ്പുലേഷൻ ബോംബ് എന്നാണ്. അതൊരു ബോംബ് തന്നെ. എപ്പോഴാണ് ഇത് പൊട്ടുന്നതെന്ന് അറിയത്തില്ല. ആ പരുവത്തിൽ നിൽക്കുകയാണ്. ലോകത്തിൽ ജനസംഖ്യാ വർധനവെന്നുള്ളത് ഒരു ഭീകര സംഭവമായി വരികയാണ്. ഈ സംഭവത്തെ നിങ്ങളൊന്ന് മനസ്സിലാക്കുവാനായി ഞാൻ പറയാം. ഇന്നത്തെ ലോകത്തിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കിയാൽ ഏതാണ്ട് 750 കോടിയോളം ജനങ്ങൾ ലോകത്തിൽ
ലോകത്തിലുണ്ടെന്നാ പറയപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ലോക ജനസംഖ്യ 100 കോടി എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് എത്തിയത് ഏതാണ്ട് 5800 വർഷങ്ങൾ കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ലോക ജനസംഖ്യ 100 കോടി എന്ന് പറയുന്ന ആ ഒരു സംഖ്യ പൂർത്തീകരിക്കപ്പെട്ടത് 5800 വർഷങ്ങൾ കൊണ്ടാണ്. എന്നാൽ തുടർന്നുള്ള അടുത്ത കാലഘട്ടത്തെ നോക്കിയാൽ ദൈവത്തിന് സ്തോത്രം, അടുത്ത 100 കോടി 200 കോടി എന്ന സംഖ്യയിലേക്ക് വന്നത് കേവലം 130 വർഷങ്ങൾ കൊണ്ടാണെന്ന് പറയുന്നു. ഇനി അടുത്ത 100 കോടി 300 കോടി എന്ന് പറയുന്ന സംഖ്യയിലേക്ക് വന്നത് കേവലം 30 വർഷങ്ങൾ കൊണ്ടാണ് അടുത്ത ഒരു 100 കോടി ജനമുണ്ടായത്. അടുത്ത 400 കോടി എന്ന സംഖ്യയിലേക്ക് വന്നത് കേവലം 15 വർഷങ്ങൾ കൊണ്ടാണ്. അടുത്ത 500 കോടി എന്ന് പറയുന്ന സംഖ്യയിലേക്ക് വന്നത് കേവലം 13 വർഷങ്ങൾ കൊണ്ടാണ്. 600 കോടി എന്ന ജനസംഖ്യ എത്തിച്ചേർന്നത് ദൈവത്തിന് സ്തോത്രം ഏതാണ്ട് 2000 ആണ്ടിലാണ് ആ ജനസംഖ്യ തികയുന്നത്. കേവലം 12 വർഷങ്ങൾ കൊണ്ട് അടുത്ത 100 കോടി. ദൈവത്തിന് സ്തോത്രം. 2011 ആണ്ട് എത്തിയപ്പോൾ ഏതാണ്ട് 11 വർഷം കൊണ്ട് അടുത്ത ഒരു 100 കോടി 700 കോടി ജനസംഖ്യയിലേക്ക് വന്നു. ഈ ചാർട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ ലോക ജനസംഖ്യയുടെ ഇന്നത്തെ വർധനവ്, ദൈവത്തിന് സ്തോത്രം, ഈ പോപ്പുലേഷൻ ബോംബ് എന്ന് പറയുന്ന ഈ സംവിധാനം ഇങ്ങനെ പെരുകി വരുമ്പോൾ ഗവൺമെന്റുകൾ ജനകീയാസൂത്രണം ഒരു ഭാഗത്ത് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് പറയാം അതൊന്നും വേണ്ടുപോലെ അങ്ങോട്ട് ഏൽക്കുന്നില്ല, ഇനി മറ്റു പല സംവിധാനങ്ങൾ കൊണ്ടുവരണം. ഇതിങ്ങനെ പെരുകി വരുന്നത് കാണുമ്പോൾ ഒന്നാമത് യേശുവിന്റെ പുനരാഗമനം സമീപിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുവാനിടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. എന്താണ് ദൈവവചനം പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. ഭൂമിയിൽ അക്കാലത്ത് മനുഷ്യർ പെരുകി തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അത് നോഹയുടെ കാലത്തിന്റെ ഒരു ലക്ഷണമായി ഇന്നത്തെ ലോകം അത് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. ഒരു ജനസംഖ്യ പെരുപ്പത്തിലൂടെയാണ് ഇന്ന് ലോകം പോകുന്നത്. ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയ ഒരു എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഇവിടെ എല്ലാവർക്കും അനുഭവിപ്പാൻ കഴിയുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകത്തുള്ള കേരളത്തിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടും പോലെയുള്ള സൗകര്യങ്ങൾ ഇന്നത്തെ ഈ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ആർക്കും അനുഭവിപ്പാൻ കഴിയുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോക ജനസംഖ്യ ശ്രദ്ധിച്ചിരുന്നാട്ട്, ദൈവമക്കൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരുന്നാട്ട്. ദൈവത്തിന് സ്തോത്രം. ലോക ജനസംഖ്യ ഇന്നത്തെ ലോകത്തിലെ മനുഷ്യരെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു നിലവാരത്തിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അറിയണം, നോഹയുടെ കാലത്ത് സംഭവിച്ചത് ആധുനിക ലോകത്ത് അതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് നോഹയുടെ കാലത്ത് എന്താണ് സംഭവിച്ചത്? 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം പറയും. വാക്യം വായിക്കുമ്പോൾ തങ്ങൾക്ക് ബോധിച്ച ഏവരെയും അവർ ഭാര്യമാരായി എടുത്തു. ആധുനിക ലോകത്തിന്റെ അവസ്ഥയെ നിങ്ങളൊന്ന് പഠിച്ചേ. ഇന്നത്തെ യുവതലമുറ ചെയ്യുന്നത് എന്താ? ദൈവത്തിന് സ്തോത്രം. ബോധിച്ചവരെ എല്ലാവരെയും അവരവർക്ക് വേണ്ടി നിലവാരത്തിൽ ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്ന ഒരവസ്ഥ. ഇത് കാണുമ്പോൾ ലോകം ആധുനികമായി വളരുന്നു, പുരോഗതി പ്രാപിക്കുന്നു എന്നൊക്കെ ലോകം പറയുമ്പോൾ ഒരു സത്യം വ്യക്തമായി ദൈവത്തിന്റെ ജനം അറിയണം. നോഹയുടെ കാലത്ത് സംഭവിച്ച മ്ലേച്ഛത ആധുനിക ലോകത്ത് സംഭവിക്കുകയാണ്. ഞാൻ താഴ്മയോടെ കൃപയോടെ പറയുകയാണ്, പെന്തിക്കോസുകാരായ ദൈവമക്കളെ, നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരാതെ നിങ്ങൾ സൂക്ഷിക്കുകയെ. അതൊക്കെ വന്നു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വരവിൽ ലോകത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം നിങ്ങളിലും വന്നു കയറുന്നു. ലോകം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങളെ നോക്കി പറയേണ്ടതായിട്ട് വരും. അന്ത്യകാലമാകുമ്പോൾ ഇതൊക്കെ സംഭവിക്കുകയാ. ഇനി 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുൻപാകെ വഷളായി. ഭൂമി ദൈവത്തിന്റെ മുൻപാകെ വഷളായി. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു. ആധുനിക ലോകത്തെ നിങ്ങൾ നോക്കിയേ. വഷളത്വം കൊണ്ട് നിറഞ്ഞതായ ഒരു ഭൂമി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മുൻപാകെ ദൈവത്തിന്റെ മുൻപാകെ കറപ്ഷൻ കൊണ്ട് നിറഞ്ഞ ഒരു ഭൂമി. ഇന്ന് എവിടെ നോക്കിയാലും അഴിമതിയാ. ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ഗവൺമെന്റുകളുടെ അവസ്ഥ, ഭരണകൂടങ്ങളുടെ അവസ്ഥ. എവിടെ നോക്കിയാലും അഴിമതി, കറപ്ഷൻ നിറഞ്ഞതായ ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടിൽ വരികയാ. നോഹയുടെ കാലത്ത് സംഭവിച്ചു. ഭൂമി ദൈവത്തിന്റെ മുൻപാകെ വഷളായി പോയി. അത് ദൈവത്തിന്റെ വചനത്തിന്റെ സത്യമായിരുന്നു. യേശു ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാ പറഞ്ഞത്. നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചുവോ, യേശുവിന്റെ വരവിനോട് ഭൂമി അടുക്കുമ്പോൾ അത് ലോകത്തിൽ സംഭവിപ്പാനിടയാകും. അടുത്തത് അതിക്രമം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. അതിക്രമം എന്ന് പറഞ്ഞിരിക്കുന്ന ഫിൽഡ് വിത്ത് വയലൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും വയലൻസിൽ പോവുകയാ.
അതിക്രമത്താൽ നിറയുന്ന ഭൂമി. ഇവിടെയും അതിക്രമങ്ങൾ പെരുകുന്നു. കൊള്ളിവയ്പും കൊലപാതകങ്ങളും പെരുകി വരുന്ന അവസ്ഥ നമ്മുടെ കേരളം നമുക്കറിയാമല്ലോ. നമ്മുടെ ഈ ദിവസങ്ങളിൽ കേരളത്തിലുള്ള പല മഹാന്മാരും പറഞ്ഞു, വേണ്ട, നമുക്കത് വേണ്ട, കൊലപാതകം വേണ്ട, അതിക്രമം വേണ്ട എന്ന് വിളിച്ചു പറയുന്നു. ഇന്റർനാഷണൽ അന്തർദേശീയ തലത്തിൽ നിങ്ങൾ നോക്കൂ, ലോകം മുഴുവൻ അതിക്രമം കൊണ്ട് നിറയുന്നില്ലേ? അതിന്റെ വ്യക്തമായ തെളിവല്ലേ ഇന്നത്തെ ഭീകരവാദ സംഘടനകൾ പെരുകി വരുമ്പോൾ വചനം പറയുന്നു, ഭൂമി ദൈവത്തിന്റെ മുൻപാകെ അതിക്രമം കൊണ്ട് നിറയുകയാ. വഷളത്വത്താൽ നിറഞ്ഞ ഭൂമി. ദൈവത്തിന് സ്തോത്രം. ഈ വയലൻസ് എന്നുള്ളതിനും അതിക്രമം എന്നുള്ളതിനും ഒക്കെ കൊടുത്തിരിക്കുന്ന ശരിയായ പരിഭാഷയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം ഭൂമിയെ ദുഷിപ്പിക്കുക, അതിനെ കലുഷിതമാക്കുക, കൈക്കൂലി കൊണ്ട് നിറയ്ക്കുക, അക്രമങ്ങൾ കൊണ്ട് നിറയ്ക്കുക, ബലാത്കാരം ചെയ്യുക. ഇതൊക്കെ അല്ലേ ഇന്നത്തെ ലോകത്തിൽ നമ്മൾ കാണുന്നത്? ചുറ്റുപാടുകളിലേക്ക് വീക്ഷിച്ചു നോക്കൂ. ആധുനിക ലോകത്തിൽ കാണുന്നത് അന്ന് നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചുവോ അത് തന്നെ ഇന്നും ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാ. യേശു വരുമ്പോൾ സംഭവിക്കേണ്ടത് ഒന്നൊന്നായി. ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ വരവ് അപ്പോകാലിപ്സിസ് ആകുന്നു. അത് വെളിപ്പാടാണ്, മറനീക്കല. പലതും ഇങ്ങനെ തിരശ്ശീലയ്ക്ക് പുറത്തേക്ക് വരികയാ. പ്രവാചകന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യം ഈശോ മശിഹ ലോകത്തിലായിരുന്നപ്പോൾ ലോകത്തോട് പറഞ്ഞ യാഥാർത്ഥ്യം ഒന്നൊന്നായി ഇന്ന് ചുരുളഴിഞ്ഞു വരികയാ. പ്രവാചകന്മാർ പറഞ്ഞ സത്യങ്ങൾ ഇന്ന് നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഇനി ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരൂ. 8-ന്റെ 21-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. 8-ാം അധ്യായം 21-ാമത്തെ വാക്യം. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. അടുത്തത്, മനുഷ്യന്റെ മനുഷ്യന്റെ മനോനിരൂപണങ്ങൾ ബാല്യം മുതൽ ദോഷമുള്ളതാകും എന്ന് പറഞ്ഞാൽ ഇളം തലമുറയിലേക്ക് ദോഷം വരുമോ? ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. ഇളം തലമുറയിലേക്ക് ദോഷം വരുന്ന ഒരു അവസ്ഥയിൽ ലോകം നിൽക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അതെത്ര സത്യമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. 2000 ആണ്ടിൽ നടന്നൊരു സംഭവം ഈ ചാറ്റിന്റെ സഹായത്തോടെ നിങ്ങളുടെ മുമ്പാകെ ഞാനൊന്ന് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഈ ചാറ്റിന്റെ ഈ ഭാഗത്ത് കാണുന്ന ഒരു പടമുണ്ടല്ലോ, 2 കൊച്ചുകുട്ടികൾ, അവരുടെ മുതിർന്ന പ്രായത്തിലുള്ള പടമാണ് ഇവിടെ കാണുന്നത്. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ, 2000 ആണ്ടില് ഈ 12 വയസ്സുള്ള ജോൺ എന്നും ലൂഥർ എന്നും പറയുന്ന 2 കുട്ടികൾ, 12 വയസ്സേ പ്രായമുള്ളൂ. അവരുടെ കയ്യിലിരിക്കുന്ന തോക്കുകളാണ്. ഈ തോക്കുകളുമായിട്ട് ഏതാണ്ട് 800 പേരോളം കഴിയുന്ന തായ്ലൻഡിലെ ഒരു ഹോസ്പിറ്റൽ ഇവർ ചെന്ന് ആക്രമിച്ച് കീഴടക്കി അവിടെയുള്ള എല്ലാവരെയും ബന്ദികളാക്കി. 12 വയസ്സ് പ്രായമുള്ള 2 കൊച്ചു പിള്ളേര്. നല്ല പ്രായമുള്ള ഒരു അപ്പനൊന്ന് തുമ്മിയാൽ എമാര് തെറിച്ചു പോകും. പക്ഷേ ഈ കൊച്ചുകുട്ടികള് 800ഓളം പേർ, 500 രോഗികളും ഏതാണ്ട് 10-300 സ്റ്റാഫുമുള്ള ആ ഹോസ്പിറ്റൽ ഏതാണ്ട് ദിവസങ്ങളോളം ഈ 12 വയസ്സുകാരായ ലൂതറും ജോണും എന്ന് പറയുന്ന കൊച്ചുകുട്ടികൾ ആ ആശുപത്രി മുഴുവൻ ബന്ധനത്തിലാക്കിയപ്പോൾ ലോകം ഒന്നാകെ ഭയപ്പെട്ടു. ഒരുപക്ഷെ പത്രത്തിൽ നിങ്ങൾ ഈ വാർത്ത വായിച്ചു കാണും. ആധുനിക ലോകം ഈ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഞാൻ എന്തിനാണിത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് പഠിക്കണം. എന്താണ് ദൈവവചനം പറയുന്നത്? നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചുവോ അത് ഇക്കാലങ്ങളിലും സംഭവിക്കും. എന്ത് സംഭവിച്ചു? മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതലേ ദോഷമുള്ളതാകുന്നു. ദൈവത്തിന് സ്തോത്രം. ആ പുരാതന കാലത്ത് മക്കൾ വീടുകളിൽ ജീവിക്കുമ്പോൾ മാതാപിതാക്കളോട് ചേർന്ന് അനുസരണമുള്ളവരായി ജീവിച്ചു പോകുന്ന കാണുവാൻ കഴിയും. ഇന്ന് പല മാതാപിതാക്കളും പിള്ളേരെ പേടിച്ചാ വീട്ടിൽ ജീവിക്കുന്നത്. കാരണം പിള്ളേരെ പിടിച്ച് ഇടിക്കുമെന്നൊക്കെ ഉള്ള ഭയത്തിലാണ് മാതാപിതാക്കളുടെ ജീവിതം. കാലം അങ്ങനെ ആയിപ്പോയി. ഇത് കാണുമ്പോൾ അറിഞ്ഞുകൊള്ളണം, അവൻ അടുക്കൽ വാതിൽക്കൽ എത്തി നിൽക്കുകയാണ്, അവന്റെ വരവ് സമീപമായി എന്ന് സംഭവങ്ങളിലൂടെ നാം പഠിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പത്രങ്ങളിൽ, വാർത്താമാധ്യമങ്ങളിൽ വന്ന ചില വാർത്തകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വയ്ക്കാം. എന്തിനെന്ന് ചോദിച്ചാൽ, ആധുനിക തലമുറയുടെ ഇന്നത്തെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. 2012 മാർച്ച് മാസം 9-ാം തീയതി നമ്മുടെ പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ച സംഭവമാണ്. ആലപ്പുഴയ്ക്കടുത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ലിബിൻ എന്ന് പറയുന്നവരെ, അവന്റെ സഹപാഠികൾ, എത്ര വയസ്സുണ്ട്? 15 വയസ്സുകാരനെ 15 വയസ്സുകാരായ കൂട്ടുകാർ ചേർന്ന് മൃഗീയമായ സിനിമാ സ്റ്റൈലിൽ കൊല ചെയ്തു. നമ്മൾ വളരെ ഭീതിയോടെ, മാതാപിതാക്കൾ ഞെട്ടലോടുകൂടെ വായിച്ചറിഞ്ഞൊരു സംഭവമാണ്. 2013 സെപ്റ്റംബർ 26-ാം തീയതി നമ്മുടെ പത്രത്തിൽ നാം വായിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, എത്ര വയസ്സ് കാണും? 4ാം ക്ലാസ്സുകാരന് കൂടിപ്പോയാൽ 9 അല്ലെങ്കിൽ 10 വയസ്സ്. അവന്റെ സഹപാഠികൾ അവനെ കല്ലെടുത്ത് തലക്കിടിച്ചു കൊന്നു. 10 വയസ്സുകാരനെ അവന്റെ കൂട്ടുകാർ കൊന്നുവെന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ ഞെട്ടി. ആ സംഭവത്തെക്കുറിച്ച് അന്തർദേശീയ തലത്തിൽ പത്രങ്ങളിൽ വന്നു. ഇന്ത്യ എന്ന രാജ്യം, മഹാരാഷ്ട്രയിലെ ആ സംഭവത്തിൽ ഞങ്ങൾ ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞ് ലോകപത്രങ്ങളിൽ പോലും വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത്. ഒരു
ഒരുപക്ഷെ നിങ്ങൾ വായിച്ചു കാണും. 2013 ഒക്ടോബർ 11 ദൈവത്തിന് സ്തോത്രം, തൂത്തുക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോളേജിന്റെ പ്രിൻസിപ്പലിനെ അവിടുത്തെ കുട്ടികൾ ചേർന്ന് മൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്തി. എത്രയോ ഭയങ്കരമായ സംഭവം. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങൾ ടീച്ചേഴ്സിനെ കൊല്ലുന്നു, കുട്ടികൾ മാതാപിതാക്കളെ കൊല്ലുന്നു, 10 വയസ്സുള്ളവർ 9 വയസ്സുള്ളവർ സഹപാഠികളെ കൊന്നുകളയുന്നു. 2014 നവംബർ 30 ഡൽഹിയിൽ ദൈവത്തിന് സ്തോത്രം 17 വയസ്സുള്ള ഒരു കുട്ടി 6 വയസ്സുകാരനെ ഒരു മൊബൈൽ ഫോണിന് വേണ്ടി കൊലപ്പെടുത്തി. എത്ര ഭയങ്കരമായ അവസ്ഥ. എന്തിന് ഞാനിത് പറയുന്നെന്നറിയാമോ? മനുഷ്യന്റെ നിരൂപണം, മനോനിരൂപണം ബാല്യം മുതലേ വഷളായി പോകുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. 2014 നവംബർ മാസം 10 നമ്മുടെ കേരളത്തിൽ വടക്കൻ ജില്ലയായ കാസർഗോഡ് നടന്ന സംഭവം. 10ാം ക്ലാസ് സ്കൂൾ വിട്ട് വരുമ്പോൾ അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഒരു കുട്ടിയെ വെള്ളത്തിൽ മുക്കിക്കൊന്നു. ദൈവത്തിന് സ്തോത്രം. 15 വയസ്സേ പ്രായമുള്ളൂ. യേശു പറഞ്ഞു, നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചുവോ അത് യേശുവിന്റെ വരവിനോട് അടുക്കുമ്പോൾ സംഭവിക്കും. എന്താണ് നോഹയുടെ കാലത്ത് സംഭവിച്ചത്? ഭൂമി വഷളായി പോയി. മനുഷ്യന്റെ നിരൂപണം വളരെ ദോഷം, ബാല്യം മുതലേ ദോഷം. അതുകൊണ്ട് നമ്മുടെ ആധുനിക തലമുറകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി നമ്മുടെ തലമുറകൾ, കുഞ്ഞുങ്ങൾ. ഈ അടുത്ത സമയത്ത് മുട്ടമെന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച ഒരു ബൈബിൾ ക്ലാസ്സിന് ഞാൻ തിരുവല്ല ഹരിപ്പാട് മുട്ടത്ത് പോയപ്പോൾ ഞാൻ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി റോഡിൽ വന്ന് വണ്ടിയിൽ കയറാൻ തുടങ്ങുമ്പോൾ ഒരു കേട്ടുകൊണ്ട് നിന്ന് ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങൾ യൗവനക്കാർക്ക് വേണ്ടി കൂടെ സംസാരിക്കണം. യൗവനക്കാരെല്ലാം വഴിതെറ്റി പോകുന്നു. ഞാൻ ജയിലിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരനാണ്. ജയിലിൽ പോകുന്ന കുറ്റവാളികളെ നോക്കുമ്പോൾ 17 തുടങ്ങി 23 വയസ്സിനിടയിൽ ഉള്ള ചെറുപ്പക്കാർ ജയിലിലേക്ക് പോകുന്നു. നിങ്ങൾ യൗവനക്കാർക്ക് വേണ്ടി സംസാരിക്കണം. നമുക്ക് 1 മിനിറ്റ് സമയം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യൗവന തലമുറകൾ പാപത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് നാശത്തിൽ പോകാതെ അവർ സുരക്ഷിതരായി തീരേണ്ടതിന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് മാതാപിതാക്കളെ യേശു പറഞ്ഞു, അവർക്ക് വേണ്ടി കരയുവീൻ. ഇന്ന് രാത്രി വേളയിൽ ഞാൻ പറയുക, ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാട്ട് ഒരു നിമിഷം നിങ്ങളുടെ തലമുറകളെ ഓർത്ത്, ഈ കട്ടപ്പനയിൽ ഈ പ്രദേശത്തുള്ള യൗവന തലമുറകളെ ഓർത്ത് എല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. 1 മിനിറ്റ് എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും നന്നായി സ്തോത്രം ചെയ്താട്ടെ. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah. Praise the Lord. സ്തോത്രം, 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 സ്തോത്രം. Hallelujah, hallelujah. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. തലമുറകളെ ഓർത്ത് കരയുന്നവരാ. ഞാൻ മാതാപിതാക്കൾക്ക് ഒരു ബുദ്ധിപദേശം തരികയാണ്. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെ ഓർത്ത് കരയുക. ഞാൻ ചോദിക്കട്ടെ, മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരല്ല, കരയുന്ന എത്ര മാതാപിതാക്കളുണ്ട്? കരങ്ങളെ ഉയർത്തിയായിട്ട് കാണട്ടെ. നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ അല്ല ഞാൻ ചോദിക്കുന്നത്, കരയുന്നവരെത്ര പേരുണ്ട്? കാണട്ടെ. നിങ്ങളെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയുക, തലമുറകളെ ഓർത്ത് കരഞ്ഞോ, ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ കരയും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, തലമുറകളെ ഓർത്ത് കരഞ്ഞുകൊള്ളുവീൻ. യേശു പറഞ്ഞു, തലമുറകളെ ഓർത്ത് കരഞ്ഞുകൊള്ളി. നമുക്ക് കരയേണ്ട സമയമാണ്. ദൈവസഭ നിലവിളിക്കേണ്ട സമയം. ആധുനിക ലോകം വഷളത്വത്തിൽ പോകുക. ഇന്നത്തെ അവരുടെ അവസ്ഥ എന്താണ്? ഫേസ്ബുക്കും വാട്സാപ്പും ട്വിറ്ററും എന്ന് വേണ്ട ഇന്റർനെറ്റിന്റെ സകല സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവർ പാപത്തിന്റെ വഷളത്വത്തിൽ ഒരു കുഴിയിൽ നിന്ന് അഗാധ ഗർത്തത്തിലേക്ക് വീണുപോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ചിലപ്പോൾ മീറ്റിംഗ് ഇരിക്കുന്ന സമയത്ത് വാട്സാപ്പ് ഉപയോഗിക്കുന്നവർ കാണും. അഥവാ പാതാളത്തിലേക്ക് അല്ലാതെ വേറെ അങ്ങോട്ട് പോവുകയില്ല. എന്നെ കേൾക്കുന്ന തലമുറകളെ, യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ഭയത്തോടെ നിങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്തു. ഇപ്പൊ ഇത് സുഖമെന്ന് തോന്നിയേക്കാം. നിങ്ങളെ കൊത്തുവാൻ ആഞ്ഞെടുക്കുന്ന ഒരു മൂർഖൻ പാമ്പിന് നിങ്ങൾ വിഷം കൊടുത്ത് പാല് കൊടുത്ത് വളർത്തി, ഒരു ദിവസം കരുണ കൂടാതെ പത്തി വിടർത്തി നിങ്ങളെ കൊത്തി നിങ്ങൾ വിഷമേറ്റ് മരിച്ചു വീഴുന്നത് പോലെ പാപത്തോട് കളിക്കല്ലേ. പാപം നിങ്ങളെ ഒരിക്കൽ നശിപ്പിച്ചു കളയും. ആകയാൽ യുവതലമുറകളോട്, മാതാപിതാക്കളോട്, ദൈവമക്കളോട് പറയുക, ദോഷവഴിയിലേക്ക് ചുവടുകൾ വയ്ക്കാതെ ദൈവവഴികളിലെ നോക്കി യാത്ര ചെയ്യൂ. അടുത്തതായി തിരുവചനത്തിലേക്ക് വരാം. യേശു എന്താണ് പറഞ്ഞത്? ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വന്നാട്ട് 17-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം പെട്ടെന്നൊന്ന് വായിച്ച്. 17-ാം അധ്യായം 28-ാമത്തെ വാക്യം. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ
അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ വിറ്റും നട്ടും പണിതും പോകുന്ന ഒരു കാലം. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. ഇതാ ഇന്നത്തെ ലോകത്തിലെ ഒരു മുദ്രാവാക്യം. തിന്നണം, ആവശ്യം പോലെ ലോകത്തെ എൻജോയ് ചെയ്യണം. ജല്ലി പറയുന്നത് നാട് ഓടുമ്പോ സൈഡിൽ ഓടലും നടുവേ ഓടണം. ഓടിക്കോ, കുറെ കഴിയുമ്പോൾ നിന്റെ നടുവോടിയും, പിന്നെ നീ അവിടെ കിടന്ന് വലിയത്തേ ഉള്ളൂ. നാട് ഓടുമ്പോ നടുവിൽ കൂടെ ഓടരുത്, നിനക്ക് തന്ന ട്രാക്കിൽ കൂടെ ഓടിക്കൊള്ളണം. അതുകൊണ്ട് ലോകത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു യാത്രയല്ല മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. ദൈവവചനം പറയുന്നു, ലോത്തിന്റെ കാലത്ത് എന്ത് സംഭവിച്ചുവോ അത് ഈ യേശുവിന്റെ വരവിനോട് അടുക്കുമ്പോൾ സംഭവിക്കും. എന്താണ് ലോത്തിന്റെ കാലത്ത് സംഭവിച്ചത്? ദൈവത്തിന് സ്തോത്രം. വിറ്റും നട്ടും പണിതു. ഇന്ന് വിൽപ്പന എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ് ആയിരിക്കുക. റിയൽ എസ്റ്റേറ്റ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരിക്കുകയാണ്. എന്നാൽ ഇപ്പൊ അതൊക്കെ ഇച്ചിരി കുറഞ്ഞിരിക്കുക. ഗവൺമെന്റ് ചില പിടിവള്ളികളൊക്കെ കൊണ്ടുവച്ചതുകൊണ്ട് പലരും അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി കൊഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ലോകം ഇന്നത്തെ അവസ്ഥയിൽ നോക്കിയാൽ ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതെന്തോ അത് ഇന്ന് സംഭവിക്കുകയാണ്. ഇനി ലോത്തിന്റെ കാലത്ത് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വവർഗ വിവാഹം. പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുന്നു. അവർ ഭോഗപ്രിയരായി തീർന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതായിരുന്നു ലോത്തിന്റെ കാലത്തെ ഏറ്റവും വലിയ പാപം. അതുകൊണ്ടാണ് ലോത്തിന്റെ കാലത്ത് സോദോമിനെ സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ദൈവം നശിപ്പിച്ചത്. കാരണം ഇത് കത്തിക്കാനുള്ള പാപമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വവർഗം. ദൈവത്തിന് സ്തോത്രം. ഒരു മത്തായി വേറൊരു പത്രോസിനെ കല്യാണം കഴിക്കുന്നു. ഒരു അന്നമ്മ വേറൊരു പെണ്ണമ്മയെ കല്യാണം കഴിക്കും. എത്ര വഷളത്വം നിറഞ്ഞ അവസ്ഥയാണ്, ഭയാനകമായ അവസ്ഥ. സ്വവർഗ വിവാഹം കേൾക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. ഹീനമായ പാപം നിറഞ്ഞൊരവസ്ഥ. എന്നാൽ ഞാനിത് പറയുമ്പോ ലോകത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് പഠിക്കണേ. ഇത് ലോകരാജ്യങ്ങൾ ഏതാണ്ട് 18 രാജ്യങ്ങളോളം സ്വവർഗ വിവാഹത്തിന് ലീഗലായിട്ടുള്ള അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ലീഗലായിട്ടതിനുള്ള അപ്രൂവൽ ലോക രാജ്യങ്ങൾ കൊടുത്തു എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അത് ഭയാനകമായ ഒരവസ്ഥയാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ലോകരാജ്യങ്ങളിൽ ഏതാണ്ട് 18ഓളം രാജ്യങ്ങൾ 2001 ആണ്ടിലാണ് ഇതിന്റെ ആരംഭം. അന്ന് നെതർലൻഡ് അതിന്റെ ഗവൺമെന്റ് സ്വവർഗ വിവാഹത്തിന് അനുമതി കൊടുക്കുകയുണ്ടായി. 2005 ആണ്ടിൽ കാനഡ, സ്പെയിൻ എന്ന രാജ്യങ്ങൾ സ്വവർഗ വിവാഹം നിയമപരമായി സാധൂകരണം കൊടുത്തു. 2005 ആണ്ടിൽ തന്നെ 15 ആണ്ടില് USA-യിൽ ദൈവത്തിന് സ്തോത്രം കഴിഞ്ഞ വർഷം ജനുവരി മാസം 26 തീയതി അമേരിക്കയിലെ സുപ്രീം കോർട്ട് ദൈവത്തിന് സ്തോത്രം അവിടുത്തെ പരമോന്നത നീതിന്യായ പീഠം ദൈവത്തിന് സ്തോത്രം സ്വവർഗ വിവാഹത്തിന് അനുമതി കൊടുക്കുകയുണ്ടായി. ഈ വർഷം 2016 2-3 മാസങ്ങൾക്ക് മുമ്പ് കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തിൽ സ്വവർഗ വിവാഹം ലീഗലായി അനുവദിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ രാജ്യങ്ങളിലൊക്കെ പോയാൽ സ്വവർഗ വിവാഹം നടത്തുവാനുള്ള പള്ളികൾ, സ്വവർഗ വിവാഹം നടത്തുവാൻ ഉള്ള പുരോഹിതന്മാർ, സ്വവർഗ വിവാഹം നടത്തിയാൽ അത് രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുവാനുള്ള രജിസ്റ്ററുകൾ, ഇതെല്ലാം നിയമപരമായി ആ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇതിനെ അനുകൂലിക്കുന്നവരുണ്ട്. ഈ അടുത്ത സമയത്ത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു. എന്നാൽ ചില പ്രത്യേക സംഘടനകളൊക്കെ ദൈവത്തിന് സ്തോത്രം അതിനെ അനുകൂലിക്കുന്നുണ്ട്. അസോസിയേഷൻ ഓഫ് കാത്തലിക് പ്രീസ്റ്റ് എന്ന് പറയുന്നതായ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തുള്ള പുരോഹിതന്മാരുടെ ചില സംഘടന ഇതിനെ അനുകൂലിച്ച് ഈ അടുത്ത സമയത്ത് ഒരു പ്രമേയം പാസാക്കി. എന്താണ് അവർ പറഞ്ഞതെന്നറിയാമോ? ദൈവം ഇന്ന് ലോകത്തിൽ ആഗ്രഹിക്കുന്നത് മനുഷ്യർ നിയമം പാലിക്കണമെന്ന്. ലോകത്തിലെ ഗവൺമെന്റ് ഇതൊരു നിയമമായി കൊണ്ടുവന്നപ്പോൾ ദൈവം ഈ നിയമം മനുഷ്യൻ പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പോലും. അതുകൊണ്ട് ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നു എന്ന് അവർ ഈ അടുത്ത കാലത്ത് പറയുവാനിടയായി തീർന്നു. ലോകരാജ്യങ്ങൾ ഇത് ആരംഭിച്ചു കഴിഞ്ഞു. ചാർട്ടിന്റെ ഈ ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവവചനത്തിൽ പറഞ്ഞ ആ സത്യം ഇന്ന് ലോകത്തിൽ വ്യക്തമായി നിറവേറുന്നത് നമുക്ക് കണ്ടെത്തുവാനായി സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഗേ മാരിയേജ് എന്ന് പറയുന്ന ഒരനുഭവം. പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിവാഹത്തിൽ ഏർപ്പെട്ട രണ്ടുപേര് അവരുടെ ഉഭയസമ്മതം ചൊല്ലുന്ന ഒരു പടമാണ് ഇവിടെ കാണുന്നത്. വിവാഹ ജീവിതത്തിലേക്ക് ഏർപ്പെട്ട് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന രണ്ടുപേരുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. ലോകം ഇത് അംഗീകരിച്ചു. ഞാൻ കെട്ടുകഥ പറയുകയല്ല, ഇത് ലോകം ഇന്ന് അംഗീകരിച്ചു കഴിഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, എന്താണ് യേശു പറഞ്ഞത്? ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ കാലത്തും സംഭവിക്കേണ്ടതാകുന്നു. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും മാറാറ് നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്തതായി ദൈവവചനത്തിലേക്ക് വരുമ്പോൾ ദൈവവചനത്തിൽ നാം വായിക്കുന്നു ലൂക്കോസ് 17 അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ വായിക്കുമ്പോൾ ഞാൻ ക്രിസ്തു എന്ന് പേരെടുത്ത് കള്ളക്രിസ്തുക്കൾ, എതിർ ക്രിസ്തുക്കൾ ലോകത്തിൽ പ്രത്യക്ഷപ്പെടും എന്ന് ദൈവവചനം പറയുന്നു. ആ വാക്യം ഒന്ന് വായിക്കാമോ? ക്രിസ്തു എന്ന് പേരെടുത്തുകൊണ്ട് അനേകർ വന്ന് നിങ്ങളെ തെറ്റിപ്പാൻ ശ്രമിക്കൂ, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. വായിച്ചാട്ടെ.
ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു എന്ന് പേര് പറഞ്ഞ് അനേകർ നിങ്ങളുടെ അടുക്കലേക്ക് വരും. നിങ്ങൾ തെറ്റിപ്പോകരുത്, വഞ്ചിക്കപ്പെടരുത്. കഴിഞ്ഞ നൂറ്റാണ്ടിനെ നാം നോക്കിയാൽ എത്രയോ കള്ളക്രിസ്തുക്കൾ. യേശു വെറുതെ പറഞ്ഞതാണ്. അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞ സത്യം ഇന്ന് ഈ തലമുറയിൽ വ്യക്തമായി നിറവേറ്റപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചാറ്റിന്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഫാദർ ഡിവൈൻ എന്ന് പറയുന്ന ഒരാളുടെ പടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1907 ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. ഇന്റർനാഷണൽ പീസ് മിഷൻ എന്ന് പറയുന്ന ഒരു സംഘടന താൻ സ്ഥാപിച്ചു. ഇദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാനാണ് ക്രിസ്തു. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് 1907 ഫാദർ ഡിവൈൻ എഴുന്നേറ്റ് വന്ന് പറഞ്ഞു, ഞാനാണ് ക്രിസ്തു. യേശു പറഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വരുവാനിടയാകും. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നാം നോക്കുമ്പോൾ 1985 ആൻഷൻ ഹോം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ചാറ്റിന്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്ത് ആൻഷൻ ഹോം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വന്ന് പറഞ്ഞു, ഞാനാണ് ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ ലോകത്തിൽ സംഭവിച്ചതാ. ചരിത്രം നിങ്ങൾ പോയി പഠിച്ചാലും വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. വേൾഡ് മിഷൻ സൊസൈറ്റി ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു സഭ തന്നെ താൻ സ്ഥാപിച്ചു. താൻ പറഞ്ഞു, ഞാനാണ് ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുവാൻ വന്നതാണ് എന്ന് പറഞ്ഞ് താൻ പ്രവർത്തനം ആരംഭിച്ചു. ചില നാളുകൾക്ക് ശേഷം സുബോധം നഷ്ടപ്പെട്ട് ഒരു ഭ്രാന്തനെ പോലെ താൻ മരിക്കുവാനിടയായി തീർന്നു. വീണ്ടും നാം നോക്കുമ്പോൾ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്ത് 1987 ലെസു മറ്റോഷി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ആ രാജ്യത്തെ ഒരു മന്ത്രി കൂടെയായിരുന്നു. രാഷ്ട്രീയപരമായി നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തിയായിരുന്നു ലെസു മറ്റോഷി എന്ന് പറയുന്ന ആ വ്യക്തി. ദൈവത്തിന് സ്തോത്രം. വേൾഡ് ഇക്കണോമിക് കമ്മ്യൂണിറ്റി പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു ലീഡറും ഒരു നേതാവും ഒക്കെ ആയിരുന്നു ഇദ്ദേഹം. അദ്ദേഹം എഴുന്നേറ്റ് വന്ന് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഞാനാണ് ക്രിസ്തു. ഇങ്ങനെ എത്രയോ ജീവിതങ്ങൾ യേശു പറഞ്ഞ ആ സത്യം ഞാനാണെന്ന് പറഞ്ഞ് എന്റെ പേരെടുത്ത് നിങ്ങളുടെ അടുക്കൽ വരുന്നത് കാണുമ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, ഇത് അന്ത്യകാലം. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ മുൻപാകെ പ്രത്യക്ഷപ്പെടുമ്പോൾ 1973 വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അമേരിക്കയിൽ ഫ്ലോറിഡ എന്ന് പറയുന്ന രാജ്യത്ത് ജോസ് ലൂയിസ് ഡേ ജീസസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. ഈ ഭാഗത്ത് കാണാം 666 എന്നുള്ള ഒരു ലേബലോട് കൂടെ ഒരു മനുഷ്യൻ ഇവിടെ നിൽക്കുന്നതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയൂ. അദ്ദേഹം വന്ന് പറഞ്ഞു, ഞാനാണ് ക്രിസ്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയോ പേരിങ്ങനെ ലോകത്തിൽ എഴുന്നേറ്റ് വന്നു. ഗ്രോവിംഗ് ഇൻ ഗ്രേസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സഭ, ഒരു സംഘടന താൻ സ്ഥാപിക്കുകയുണ്ടായി. കൃപ പെരുക്കുന്ന ഒരാളാണെന്നും പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായി ലോകത്തിൽ വന്നു എന്നുള്ള വാക്യമെടുത്ത് ഞാനാണ് കൃപ പെരുക്കുവാൻ വന്നത് എന്ന് പറഞ്ഞ് ലോകത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ട കള്ളക്രിസ്തുക്കളിൽ ഒരാളെയാണ് ഇപ്പോൾ നാം കാണുവാനിടയായി തീർന്നത്. മാത്രമല്ല 1985 ഫിലിപ്പീൻസ് എന്ന് പറയുന്ന രാജ്യത്ത് അപ്പോളോ ക്യൂബോലോയ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ പടമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോളോ ക്യൂബോലോയ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഫിലിപ്പീൻസ് എന്ന് പറയുന്ന രാജ്യത്തിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഞാനാണ് ക്രിസ്തു എന്ന്, വെളിപ്പെട്ടു വരുവാൻ പോകുന്ന ക്രിസ്തു ഞാനാകുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കിങ്ഡം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു സഭ, ഒരു സംഘടന സ്ഥാപിച്ചു. യേശു ക്രിസ്തുവിന്റെ രാജ്യം എന്ന് പറഞ്ഞ ഒരു സംഘടന താൻ സ്ഥാപിച്ചു. എന്നാൽ ചില നാളുകൾക്ക് ശേഷം തന്റെ സംഘവും സംഘടനയും പ്രവർത്തനവും എല്ലാം പൊളിഞ്ഞ് താൻ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നഷ്ടപ്പെട്ടു പോകുവാനിടയായി. എന്നാൽ അമേരിക്കയിൽ 1993 ദൈവത്തിന് സ്തോത്രം, ഡേവിഡ് കോരേഷ് എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യൻ. ചാറ്റിന്റെ ഈ ഭാഗത്ത് കാണുന്ന ഈ വ്യക്തി ഡേവിഡ് കോരേഷ് എന്ന് പറയുന്ന ഇദ്ദേഹം വന്ന് മറ്റൊരു സംഘടന സ്ഥാപിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ക്രിസ്തു. യേശു എന്താ പറഞ്ഞത്? എന്റെ പേരെടുത്തുകൊണ്ട് അനേകർ നിങ്ങളുടെ അടുക്കലേക്ക് വരും. അന്ത്യനാളുകളാകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, താനും ചില സംഘടനകളൊക്കെ സ്ഥാപിച്ചു. എന്നാൽ ഏതാണ്ട് 500ഓളം അനുയായികൾ തന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ കൂടെയുള്ള അനുയായികൾക്ക് ഒക്കെ വിഷം വാങ്ങിക്കൊടുത്ത് ഒടുവിൽ ഡേവിഡ് കോരേഷ് ആത്മഹത്യ ചെയ്തപ്പോൾ ലോകം തിരിച്ചറിഞ്ഞു അങ്ങാരല്ല ക്രിസ്തു എന്നുള്ളത്. യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞതാ, എന്റെ പേരെടുത്തുകൊണ്ട് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് അനേകർ നിങ്ങളുടെ മുൻപാകെ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇത് അന്ത്യനാഴികയാകുന്നു. വീണ്ടും
നാം നോക്കുമ്പോൾ ചരിത്രത്തിന്റെ ഏടുകളില് 1990 ദൈവത്തിന് സ്തോത്രം ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തില് മറ്റൊരു ക്രിസ്തു എഴുന്നേറ്റ് വന്നു. സഹോദരിമാർക്ക് ആശ്വാസത്തിന് ഒരു സഹോദരി ക്രിസ്തു എഴുന്നേറ്റ് വന്നു. മരിയാ ദേവി ക്രിസ്റ്റോസ് എന്നാണ് ഇവളുടെ പേര്. ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്ത് ഈ പുള്ളിക്കാരി വന്നിട്ട് പറഞ്ഞു, ലോകാവസാനം സംഭവിപ്പാൻ പോകും. ഉക്രൈൻ ഗവൺമെന്റ് പേടിച്ചു പോയി, പോലീസുകാർ ഭയപ്പെട്ടു, ഒരു പ്രത്യേക ഡേറ്റ് ഒക്കെ പറഞ്ഞു, ലോകാവസാനിക്കും, ഞാൻ ലോകത്തെ ഭരിക്കും. പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം കേട്ടപ്പോൾ പൊട്ടന്മാരെല്ലാം കൂടെ കൂടി പേടിച്ചു പോയി. എല്ലാവരും കൂടെ പേടിച്ച ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന് പതിവ് പോലെ ഒരു കുഴപ്പവും സംഭവിക്കാതെ ദിവസം കടന്നുപോയി. പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഗവൺമെന്റ് ഒരു പ്രസ്താവന, മരിയാദേവി ക്രിസ്റ്റോസിന്റെ ലോകാവസാനം ഞങ്ങൾ റദ്ദ് ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പല സഹോദരിമാര് രംഗത്ത് വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഹോദരിമാരുടെ ഇടയിലും ഉണ്ട് കള്ളക്രിസ്തുക്കൾ എന്നുള്ള പേരോടുകൂടെ മരിയാദേവി ക്രിസ്റ്റോസ് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്ത് എഴുന്നേറ്റ് വരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. 1962 റഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് സർബീറ്ററോപ്പ് എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യർ എഴുന്നേറ്റ്, കണ്ടില്ലേ, താടിയൊക്കെ നീട്ടി വളർത്തി, യേശുവാണെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ഒരു വേഷമൊക്കെ ഇട്ട് ഇദ്ദേഹം വന്ന് പറഞ്ഞു, ഞാനാണ് ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. യേശു പറഞ്ഞ വാക്ക് എത്രമാത്രം ക്ലിയറായി നിവർത്തിക്കപ്പെടുന്നു എന്ന് ദൈവജനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദ ചർച്ച് ഓഫ് ലാസ്റ്റ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സഭയാണ് താൻ സ്ഥാപിച്ചത്. ദൈവത്തിന് സ്തോത്രം. അവസാന നിയമം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമമൊക്കെ ഉണ്ടാക്കി താൻ യേശുവാണെന്നും പറഞ്ഞ് ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടു. യേശു എന്താ പറഞ്ഞത്? എന്റെ പേരെടുത്ത് ഞാനാണെന്നും പറഞ്ഞ് ലോകത്തിൽ അനേകം പേർ നിങ്ങളുടെ മുൻപാകെ വരും. 2007 ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ഓസ്ട്രേലിയയില് AJ മില്ലർ എന്ന് പറയുന്ന, അലൻ ജോൺ മില്ലർ എന്ന് പറയുന്ന മറ്റൊരു ക്രിസ്തു പ്രത്യക്ഷപ്പെടുവാനിടയായി. ചാറ്റിന്റെ ഈ ഭാഗത്ത് അദ്ദേഹത്തിന്റെ പടം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. AJ മില്ലർ, ദൈവത്തിന് സ്തോത്രം. അലൻ ജോൺ മില്ലർ എന്ന പേരോടുകൂടെ വന്നു. താൻ പറഞ്ഞു, ഞാനാണ് ക്രിസ്തു. നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാ. ഏതാണ്ട് 9 വർഷത്തിന് മുൻപ് പ്രത്യക്ഷപ്പെട്ടു വന്ന് ലോകം മുഴുവൻ ഇളക്കാൻ ശ്രമിച്ചു. അവസാനം ഇളകി ഒന്നുമല്ലാത്ത അവസ്ഥയിൽ മാറിപ്പോകുവാൻ ഇടയായി തീർന്നു. അദ്ദേഹം ഒരു സഭ സ്ഥാപിച്ചു, ഡിവൈൻ ട്രൂത്ത്, ആത്മീക സത്യങ്ങൾ എന്ന് പറഞ്ഞ് ഒരു സഭ സ്ഥാപിച്ചു. ആളുകൾ കുറെ കൂടി യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ അതെല്ലാം ശിഥിലമായി പോയി. 2007 ഇംഗ്ലണ്ടിൽ ദൈവത്തിന് സ്തോത്രം ഡേവിഡ് ഷൈലർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വന്നു. ചാറ്റിന്റെ ഈ ഭാഗത്ത് നമുക്ക് കാണാം, യേശു എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ട ഡേവിഡ് ഷൈലർ UK എന്ന് പറയുന്ന രാജ്യത്ത് ഇദ്ദേഹം അങ്ങോട്ട് എഴുന്നേറ്റ് വന്ന് ഒരു സഭയും ഒരു സംഘടനയും ഒക്കെ സ്ഥാപിപ്പാനിടയായി. വിറ്റ്നസ് ജീസസ് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു സഭ താൻ സ്ഥാപിച്ചു. ഞാനാണ് യേശുവിൻ ദൈവത്തിന്റെ സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് താൻ പ്രത്യക്ഷപ്പെട്ടു. ക്രിസ്തു ദൈവത്തിന് പകരം സ്ഥാനാപതിയായി ഞാൻ ക്രിസ്തുവായി ലോകത്തിൽ വന്നു. ഇതായിരുന്നു തന്റെ ഉപദേശം. എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ എന്തിനാണിത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, നമ്മുടെ യേശു തമ്പുരാൻ അന്തിമ കാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു സത്യം ഇതായിരുന്നു, ഞാനാണെന്ന് പറഞ്ഞ് അനേകരുടെ പേരെടുത്തു വരും. കഴിഞ്ഞ നൂറ്റാണ്ട് ഇതൊക്കെ പറഞ്ഞ് ഇത്രയും ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, എന്നാൽ നൂറുകണക്കിന് പേര് കേരളത്തിൽ മധ്യ തിരുവിതാംകൂറില് പൊയ്കയിൽ ഓഹന്നാൻ എന്ന് പറഞ്ഞ ഒരാൾ എഴുന്നേറ്റ് വന്നു, ഞാനാണ് ക്രിസ്തു എന്നും പറഞ്ഞ്. പൊയ്കയിൽ വനാച്ചായൻ അദ്ദേഹം വന്ന് പറഞ്ഞു, ഞാനാണ് ക്രിസ്തു. ഇങ്ങനെ എത്രയോ പേര് കേരളത്തിലും. ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത സമയത്ത് തമിഴ്നാട്ടിൽ കുറ്റാലം എന്ന്, തെങ്കാശിക്കടുത്ത് കുറ്റാലം എന്ന് പറയുന്ന സ്ഥലത്ത് പാലസീർ ലോറി എന്ന് പറയുന്ന മറ്റൊരു കൊച്ചു ക്രിസ്തു എഴുന്നേറ്റ് വന്നു, ഞാനാണ് ക്രിസ്തു. അപ്പൊ തമിഴ്നാട്ടിലും ഉണ്ട്, കേരളത്തിലും ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്, ഓസ്ട്രേലിയ, UK, അമേരിക്ക എന്ന് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ക്രിസ്തുക്കൾ എഴുന്നേറ്റ് വരികയാണ്. എന്നാൽ വചനം അറിയാവുന്ന നമുക്കറിയാം, 2000 വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിയുടെ വീണ്ടെടുപ്പിനായി ദൈവത്തിന്റെ പുത്രനായവൻ താണലോകത്തിൽ ഇറങ്ങി വന്ന് എലോഹീം എലോഹീം ലമാ ശബക്താനി എന്ന് അലറിക്കരഞ്ഞ് പ്രാണനെ വിട്ട് മനുഷ്യന്റെ രക്ഷ ലോകത്തിൽ നിവർത്തിച്ച് പോയതുപോലെ മടങ്ങി വരൂ എന്ന് വാഗ്ദത്തം ചെയ്ത ഒരുവനുണ്ട്. അവനാണ് നസ്രയനായ യേശു. ഇന്ന് രാത്രി ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ആ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ യേശു ഇന്ന് നമുക്കായി ജീവിക്കുകയാണ്. വീണ്ടും തിരുവെഴുത്തിലേക്ക് വരാം. അന്തിമകാലത്തിന്റെ ലക്ഷണം എന്താ? ലൂക്കോസ് 21:25 പെട്ടെന്ന് വായിച്ചാട്ട്. ലൂക്കോസ് 21 25 വാക്യം വായിച്ചാട്ട്. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യമുണ്ടാകും. അന്തിമകാലമാകുമ്പോൾ ലക്ഷ്യങ്ങൾ എല്ലായിടത്തും കാണും. ഞാൻ പറയട്ടെ, ഈ പ്രപഞ്ചം ഇന്നിങ്ങനെ നിലനിൽക്കുന്നതിന്റെ കാര്യം, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് 7 സിസ്റ്റങ്ങളിൽ മേലാണ്. 7 സിസ്റ്റത്തിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഒന്നാമത് സൂര്യൻ, 2 ചന്ദ്രൻ, 3 നക്ഷത്രങ്ങൾ, അടുത്തത് ആകാശമണ്ഡലങ്ങൾ, അടുത്തത് ഭൂമി, അടുത്തത് സമുദ്രം, അടുത്തത് ഭൂമിയുടെ അധോഭാഗം. ഇങ്ങനെ 7 സിസ്റ്റത്തിന്മേലാണ് ഈ
പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഈ 7 കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചാൽ ഈ 7 ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. യേശു പറഞ്ഞു സൂര്യനിൽ ലക്ഷണങ്ങൾ ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ചാറ്റിന്റെ ഈ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ചില നാളുകൾക്ക് മുമ്പ് നമ്മുടെ പത്രങ്ങളിൽ നമ്മൾ കണ്ട ഒരു പടമാകുന്നു ഇവിടെ നാം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ശാസ്ത്രലോകം ഇതിന് കൊടുത്തിരിക്കുന്ന പേര് CME എന്നാകുന്നു, കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാനുള്ള ഒരു ഭാഷയിൽ ഞാൻ പറയാ, ഒരു ക്ഷയരോഗി അവന്റെ ശരീരം വീക്കായി ചുമച്ച് ബ്ലഡ് തുപ്പുന്നത് പോലെ സൂര്യൻ വീക്കായി ബലഹീനപ്പെട്ട് അതിൽ നിന്ന് തീകോളം ഭൂമിയിലേക്ക് പതിക്കുന്നു. ഈ പടം പത്രങ്ങൾ നാം കണ്ടപ്പോൾ അതിന് പത്രത്തിൽ കൊടുത്ത അടിക്കുറിപ്പ് ഇപ്രകാരമായിരുന്നു: സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് തീകോളം വന്ന് പതിച്ചു പോലും. ദൈവത്തിന് സ്തോത്രം. സൂര്യനിൽ ലക്ഷ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്തിമ സമയത്തേക്ക് ലോകം വന്നെത്തിയെന്ന് നാം വ്യക്തമായി അറിഞ്ഞുകൊള്ളണം. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് ശീഘ്ര പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകത്തിൽ എല്ലായിടത്തും ലക്ഷ്യങ്ങൾ കാണും. അന്തിമകാലമെന്ന് ബൈബിൾ പറയുമ്പോൾ പ്രപഞ്ചത്തിൽ മാത്രമല്ല, അന്തരീക്ഷ മണ്ഡലത്തിൽ, സൂര്യനിൽ, ആകാശത്തിൽ, ഭൂമിയിൽ, സമുദ്രത്തിൽ, ഭൂമിയുടെ അതോ ഭാഗത്ത് എന്ന് വേണ്ട മനുഷ്യരിൽ, രാജ്യങ്ങളിൽ എല്ലായിടത്തും ലക്ഷ്യങ്ങൾ ഒന്നൊന്നായി കാണുന്നു. അന്തിമകാലത്ത്, അന്തിമ ദിനത്തിന്റെ അവസാന പീരീഡിന്റെ അവസാന മിനിറ്റിന്റെ അവസാന സെക്കൻഡ് എന്ന് ഞാനൊന്ന് പറഞ്ഞു കൊള്ളട്ടെ, അവിടെയാണ് ഇപ്പോൾ നാം നിൽക്കുന്നത്. ഈ സൂര്യൻ ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഭൂമിയുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുകയാ. ആധുനിക ലോകത്തെ ശാസ്ത്രലോകം വളരെ ഭീതിയോടെയാണ് ഈ സംഭവങ്ങളെയൊക്കെ കാണുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ ഭീതിയോടെ കാണുന്നു. ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നു സൂര്യൻ ഇരുണ്ടു പോകുവാൻ സാധ്യതയുണ്ട്, അന്ധകാരത്തിലേക്ക് സൂര്യൻ പോകുവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുകയുണ്ടായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭൂമിയുടെ കാന്തിക മണ്ഡലം ഇതിനാൽ തകർക്കപ്പെടുമ്പോൾ ദൈവത്തിന് സ്തോത്രം, മനുഷ്യവാസം ശിഥിലമാകുവാൻ ഇടയായി തീരും. ഇങ്ങനെയുള്ള ഈ CME അഥവാ കൊറോണൽ മാസ് ഇജക്ഷൻ ഉണ്ടാകുമ്പോൾ സൂര്യന്റെ ഊർജം നഷ്ടപ്പെടുകയാണ്. ഒരു പ്രാവശ്യം ഇത് ഉണ്ടാകുമ്പോൾ അതിന്റെ ആ ഭാഗത്ത് ഒരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാകുന്നു. അതിനെയാണ് സൺസ്പോട്ട് എന്ന് പറയുന്നത്. ഇപ്രകാരം ഉണ്ടാകുന്ന ഈ പ്രതിഭാസത്തെയാണ് സോളാർ സ്ട്രോം എന്ന് പറയുന്നത്, അഥവാ സൗരവാദം, സൗര കൊടുങ്കാറ്റ് എന്നൊക്കെ ശാസ്ത്രലോകം പേര് കൊടുക്കുന്നത്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ സൂര്യൻ നാൾക്ക് നാൾ ബലഹീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് ഫ്രാങ്കിൽ എന്ന് പറയുന്ന ഒരു സൗരശാസ്ത്രജ്ഞൻ ഇപ്രകാരം പറഞ്ഞു: 100 വർഷങ്ങൾക്ക് മുൻപ് സൂര്യനിൽ നടന്നു ഒന്നുമല്ല ഇപ്പോൾ നടക്കുന്നത്, അവിടെ മറിച്ച് മാറ്റുന്നോ അവസ്ഥകൾ സംഭവിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് സോളാർ ശാസ്ത്രജ്ഞനായ ഫ്രാങ്കിലും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റായ ബെർക്കലിയും ചേർന്ന് ഇപ്രകാരം ഒരു നിഗമനത്തിലേക്ക് വന്നു: 2024 സൂര്യൻ ഒരു നീണ്ട മയക്കത്തിലേക്ക്, എന്ന് പറഞ്ഞാൽ സൂര്യൻ കറുത്തു പോകുമെന്ന് അവർ പറയുകയാണ്. ശാസ്ത്രമാ പറയുന്നത് സൂര്യൻ ഇരുണ്ടു പോകുവാൻ സാധ്യതയുണ്ട്, വീണ്ടും ഒരു ഹിമയുഗം പിറക്കുവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അവർ പറയുമ്പോൾ ശാസ്ത്രം ഇങ്ങനെയൊക്കെ ഓരോ തോന്നലുകൾ പറയുന്നു. എന്നാൽ ബൈബിൾ എന്ത് പറയുന്നു? വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വന്നാൽ അവിടെ ഒരു വചനം നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നു. 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. അത് സംഭവിക്കേണ്ടതാകുന്നു. ആധുനിക ശാസ്ത്രം ഇന്ന് അതിന് വ്യക്തമായ തെളിവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് നാസ എക്സ്റേ ഉപയോഗിച്ച് അന്തരീക്ഷത്തിൽ സൂര്യനെ കുറിച്ച് പഠിച്ചപ്പോൾ ഒരു ചിത്രം അവർ കണ്ടുപോലും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2015-ാം ആണ്ടില് അവർ അതിനെക്കുറിച്ച് ഒരു പ്രസിദ്ധീകരണം നടത്തുകയുണ്ടായി. അവർ കണ്ട ചിത്രം ഒരു കൈപ്പത്തിയുടെ രൂപമായിരുന്നു പോലും. എക്സ്റേയിലൂടെ അവർ ദൂരദർശനിലൂടെ, ടെലിസ്കോപ്പിലൂടെ അവർ സൂര്യനെ കുറിച്ച് പഠിച്ചപ്പോൾ അവർ ഒരു കൈപ്പത്തി അന്തരീക്ഷത്തിൽ കണ്ടുപോലും. ദൈവത്തിന് സ്തോത്രം. ഇത് കണ്ട് ഇവർ ഇതിനെ കുറിച്ച് പഠിച്ചപ്പോൾ അവർ ഇപ്രകാരമാണ് പറഞ്ഞത്: ശാസ്ത്രത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ, ശാസ്ത്രം ഒരിക്കലും ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കാറില്ല, ശാസ്ത്രം ബൈബിളിനെ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഈ നൂറ്റാണ്ടിൽ, ഈ കാലത്ത് ശാസ്ത്രം ബൈബിളിനെ അംഗീകരിച്ചു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ആ നാസയിലെ രക്ഷിക്കപ്പെടാത്ത, ദൈവവിശ്വാസികളല്ലാത്ത അവിശ്വാസികളായ സയന്റിസ്റ്റുകൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞു, ഈ കൈപ്പത്തിയുടെ പടം അവർ കണ്ടപ്പോൾ അവരതിന് പേര് കൊടുത്തു ഹാൻഡ് ഓഫ് ദി ഗോഡ്. ദൈവത്തിന്റെ കരമാകുന്നു. ഈ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നുണ്ട്. ഇത് പറഞ്ഞ് രക്ഷിക്കപ്പെട്ട പ്രാസംഗികരായ പാസ്റ്റർമാരല്ല, ഉപദേശിമാരല്ല, വിശ്വാസികളല്ല, ബന്ധുക്കോസുകാരല്ല. നാസയിലെ ദൈവവിശ്വാസമില്ലാത്ത, രക്ഷിക്കപ്പെടാത്ത ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു ഇത് ദൈവത്തിന്റെ ഹാൻഡ് ആകുന്നു, ദൈവത്തിന്റെ കരമാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥയുടെ പിന്നിൽ ദൈവത്തിന്റെ കരമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം പോയതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ.
പറഞ്ഞിട്ട് ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് ശീഘ്ര പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെ അറിഞ്ഞു വേണം മുൻപോട്ട് യാത്ര ചെയ്യുവാൻ. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ രാത്രി ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ നോക്കിയാൽ ഭൂമിയിൽ മനുഷ്യന്റെ ഇടയിൽ ലക്ഷ്യങ്ങൾ കാണുന്നു, മനുഷ്യന്റെ സ്വഭാവത്തിൽ ലക്ഷ്യങ്ങൾ കാണുന്നു, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ലക്ഷ്യങ്ങൾ കാണുന്നു, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ കാണുന്നു. ഇതൊക്കെ കാണുമ്പോൾ നാം എന്താണ് അറിയേണ്ടത്? അവൻ അടുക്കൽ വാതിൽക്കലായിരിക്കും. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു രക്ഷയുണ്ട്. എന്നെ കേൾക്കുന്ന വാത്സല്യ സ്നേഹിത, നിന്റെ ആത്മീക ജീവിതം എവിടെ വരെയായി? ഒരു ശിക്ഷ ഒരുങ്ങി വരുന്നു, ഒരു രക്ഷയും നിനക്കായിട്ട് ഒരുങ്ങുന്നു. നീ എന്തിനു വേണ്ടിയാണ് ഒരുങ്ങുന്നത്? ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുൻപാകെ ഒരു നിമിഷം പാപത്തിന്റെ ഭാരത്താൽ, പാപത്തിന്റെ കറയാൽ നിന്റെ ജീവിതം ഭാരപ്പെട്ട് തളർന്നാണോ ഇരിക്കുന്നത്? ഇന്ന് രാത്രി യേശുവിന്റെ രക്തം നിന്നെ കഴുകുവാൻ നിൽക്കുകയാണ്. ആ രക്തത്തിൽ ആശ്രയിച്ച് ഇത് അന്ത്യകാലത്തിന്റെ അവസാന മണിക്കൂറുകളും സമയങ്ങളും എന്നറിഞ്ഞ് ഒരുങ്ങുവാനുള്ള സമയം. ഒരു നിമിഷം കണ്ണുകളെ മൂടിയാട്ട്. ഇത് അവസാന സമയമാണ്. അന്തിമ നാളുകളിലേക്ക് നാം വന്നെത്തി നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ലോകത്തിന്റെ സംഭവങ്ങൾ വിളിച്ചു പറയും, യേശു മടങ്ങി വരും. ഈ പ്രകൃതി പറയുന്നു, യേശു മടങ്ങി വരും. സൂര്യൻ പറയുന്നു, യേശു മടങ്ങി വരും. എല്ലാവരും ഭാഷണമില്ല, വാക്കുകളില്ലാതെ അവർ മൗനമായി വിളിച്ചു പറയും. ആകാശം വിളിച്ചു പറയും, അവൻ മടങ്ങി വരും. ഈ ഭൂമിയിലെ ജീവജാലങ്ങൾ പറയും, അവൻ മടങ്ങി വരും. നമുക്ക് വചനം അറിയാം, നമ്മൾ വിശ്വസിക്കുന്നു, നമ്മുടെ പ്രാണപ്രിയൻ മടങ്ങി വരും. എപ്പോൾ? അവന്റെ വരവ് എർക്കമായി അഥവാ അപ്രതീക്ഷിതമായ വരും. നിനയാത്ത നാഴികയിൽ അതുണ്ടാകും. സ്നേഹിത, സഹോദര, പെന്തിക്കോസുകാരായ ദൈവമക്കളെ, നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. ഒരു നിമിഷം കണ്ണുകളെ മൂടി ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന പരാജയങ്ങളെ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഒരു ശുദ്ധീകരണം പ്രാപിച്ച് നിങ്ങൾ ബലഹീനരെന്ന ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നാം ആരംഭത്തിൽ ബഹുമാനപ്പെട്ട പാസ്റ്റർ അപ്പച്ചൻ പറഞ്ഞതുപോലെ ബലഹീനരെന്ന് സ്വയം സമ്മതിച്ചാൽ അവിടെ ദൈവത്തിന്റെ കരുണ ഉണ്ടാകും. നിങ്ങൾ ബലവാനെന്ന് പറയുന്നിടത്തോളം കാലം ദൈവത്തിന് നിങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. കർത്താവേ, ഞാനൊരു ബലഹീനൻ, ജീവിതത്തിൽ കുറവുകളുണ്ട്. ഒരു നിമിഷം ഏറ്റു പറഞ്ഞാൽ ദയവായി ആരും ഇപ്പോൾ മൗനമായിരിക്കരുത്. ഒരു 1-2 മിനിറ്റിനുള്ളിൽ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. ഒരു നിമിഷം യൗവനക്കാരായ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുക, നിങ്ങളുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. പാപത്തിന്റെ വഴികളോട് നിങ്ങൾ യാത്ര പറയൂ. ഇന്നത്തെ ആധുനിക ലോകത്തിൽ നിങ്ങളെ വഷളാക്കുന്ന വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇന്റർനെറ്റിന്റെ സംവിധാനങ്ങൾ, ഇതൊക്കെ ജീവിതത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ച് പാപവഴികൾ അതിലൂടെ എന്നിൽ വരല്ലേ എന്ന് തീരുമാനിക്കാൻ കഴിവുള്ള യൗവനക്കാരെ, നാളത്തെ ദിനം നിന്റേതല്ല. നീ അത് മനസ്സിലാക്കി വേണം യാത്ര ചെയ്യും. ഒരു നിമിഷം കണ്ണുകളെ മൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ട് ഒരല്പസമയം ഒരു പ്രാർത്ഥനയുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കണം. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്നവരേറിയ പങ്കും വിശ്വാസികളാണ്. കർത്താവിന്റെ വേലക്കാരും ദൈവമക്കളും ചേർന്നിരിക്കുന്നു. അപ്പോൾ തന്നെ പുതിയ ആത്മാക്കളുണ്ട്. ഇന്ന് രാത്രി കർത്താവ് വിടുവിക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ട്. ഒരു നിമിഷം ഞാൻ വിശ്വാസികളോട് പറയുന്നു, ദൈവമക്കളോട് പറയുന്നു, കർത്താവിന്റെ വേലക്കാരോട്, പുതിയതായി വന്ന പ്രിയരോട്, പ്രിയരേ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിടുതൽ ഇവിടെ ഉണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ലോകത്തിന്റെ ശാസ്ത്രം പറയുന്നു അന്തരീക്ഷത്തിൽ ഹാൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കരമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മീകമായ നിലയിൽ പറയുന്നു, ഇതാ നമ്മുടെ മധ്യേ ദൈവത്തിന്റെ കരമുണ്ട്. ആവശ്യമുള്ളവരെ കർത്താവ് തൊടുവാൻ പോകുകയാൽ നിങ്ങൾ വാഞ്ചിതരോ, നിങ്ങൾ വേണ്ടിയവരോ, ആവശ്യക്കാരോ, ഇന്ന് രാത്രി നിലവിളിക്കുന്ന ജീവിതമേ, നിന്നെ ഇന്ന് കർത്താവ് തൊടാൻ പോകുകയാൽ ആഗ്രഹമുള്ളവർ ഒരു നിമിഷം പ്രാർത്ഥിക്കൂ. നിന്റെ വാഞ്ച എന്താണ്? രോഗത്തിന്റെ സൗഖ്യമാണോ? ഒരു നിമിഷം കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചാട്ട്. നീ ബലഹീനനാണെങ്കിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേൽ സംഭവിക്കട്ടെ. വിശ്വസിക്കുന്നവർ മാത്രം പ്രാർത്ഥിച്ചാട്ട്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ ഇവിടെ നടക്കും. അവർ മൗനമായിരിക്കരുത്. അവർ മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തുതി പാടിയാട്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ഒരാത്മീക അന്തരീക്ഷം നമ്മുടെ മധ്യേ ഉണ്ടാകും. ശത്രുവിന്റെ ശക്തികൾ ഇന്ന് രാത്രി ശിഥിലമാകട്ടെ. എന്റെ യേശുവിന്റെ നാമത്തില് പാപത്തിന്റെ ശക്തി ശിഥിലമാകട്ടെ. ആരും ദയവായി മൗനമായിരിക്കണം. ദൈവത്തെ സ്തുതിക്കുവീൻ പ്രിയരെ. നിങ്ങൾ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രി യേശുവിന്റെ കരം നിന്നെ തൊടാൻ പോകും. ദൈവകരം നിന്റെ അടുക്കൽ നിൽക്കുകയാണ്. ആ കരം കരുണയോടെ നിന്നെ സ്പർശിക്കുമ്പോൾ നിന്റെ വേദനയുള്ള ഭാഗത്ത് യേശുവിന്റെ കരം ഇന്ന് രാത്രിയിൽ നിന്നെ സ്പർശിക്കാൻ പോകുന്നു. ആ വേദനയുള്ള ഭാഗം ഇന്ന് രാത്രി നീ സൗഖ്യത്തോടെ മടങ്ങിപ്പോയിക്കൊള്ളുക. കർത്താവ് നിന്നെ ബലപ്പെടുത്തട്ടെ. രോഗശാന്തി മക്കളുടെ അപ്പമാ. നാം ആരംഭത്തിൽ ഒരു വാക്യം വായിച്ചല്ലോ, അവൻ പാപം ചുമന്ന് ക്രൂശിൽ കയറി, അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളുടെ മേൽ ആ കരമിറങ്ങി വരികയാ. അടിപ്പിണകൾ രക്തമൊഴുകുന്നു. മൗനമായിരിക്കരുത്. അഭിഷേകമുള്ള ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്. രോഗത്തെ നിങ്ങൾ തന്നെ ശാസിച്ചാട്ട്. നിങ്ങളുടെ ബലഹീനതയെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ തന്നെ ശാസിക്കുവീ. ഒരു ജയമുണ്ടാകട്ടെ. അഭിഷേകത്തിന്റെ ശക്തിയാൽ ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കുവീ. യേശു രാജാവായി നമ്മുടെ മധ്യേ ഉണ്ട്. യേശു രാജാവായി. അവൻ സിയോനിലെ രാജാവത്രേ. സിയോന്റെ മക്കൾ അവന്റെ രാജാവിൽ ആനന്ദിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ബൈബിൾ ക്ലാസിന്റെ 1ാം രാത്രിയാ. ഇവിടെ ഉയരേണ്ടത് എന്റെ യേശുവിന്റെ നാമമാ. യേശുവിന്റെ നാമം ഉയരണം എന്ന് ആഗ്രഹിക്കുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ
എന്നിലൂടെ യേശുവിന്റെ നാമം ഉയരണം എന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട്. സ്വർഗം ഇത് കാണുന്നു. സാത്താൻ കണ്ട് ലജ്ജിച്ച് ഭയപ്പെടുന്നു. സ്വർഗം ആർത്ത് വിളിക്കുന്നു. ദൂതന്മാർ സന്തോഷിക്കട്ടെ. ഇന്ന് രാത്രി നമ്മുടെ യേശുവിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. നമുക്ക് ആ കോറസ് ഒന്ന് ചേർന്ന് പാടാം. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്റെ കോട്ടകൾ തകരും. എല്ലാവരും കരങ്ങളെ അടിച്ച ആത്മാവിൽ നിറഞ്ഞ് പാടി ദൈവത്തെ ആരാധിക്കണം. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. ആമേ. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. സുവിശേഷത്തിൻ കൊടിയുയരട്ടെ, നാമധേയ സംഘങ്ങൾ ഉണർന്നിടട്ടെ. സുവിശേഷത്തിൻ കൊടിയുയരട്ടെ, നാമധേയ സംഘങ്ങൾ ഉണർന്നിടട്ടെ. ഓ അന്തിമ ദുർഘട സമയമിത്, അധർമ്മമൂർത്തി വരും മുൻപ്. അന്തിമ ദുർഘട സമയമിത്, അധർമ്മമൂർത്തി വരും മുൻപ്. ആത്മീയമാം ദൈവരാജ്യത്തിനായി ആത്മബലത്തോ അഭിഷേകത്തോടെ പാടിയ യേശു നമ്മുടെ മധ്യേ നിൽക്കും. ജീവനുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അന്തിമ ദുർഘട സമയമിത്, അധർമ്മമൂർത്തി വരും മുൻപ്. അന്തിമ ദുർഘട ഹല്ലേലൂയ വരും മുൻപ്. ആത്മീകമാം ദൈവരാജ്യത്തിനായി ആത്മബലത്തോടെ നടരാടുക നാം. ആത്മീകമാം ദൈവരാജ്യത്തിനായി ഹല്ലേലൂയ ആടുക നാം. അന്തിമ ദുർഘട സമയമിത്, അധർമ്മമൂർത്തി വരും മുൻപ്. അന്തിമ ദുർഘട സമയമിത്, അധർമ്മമൂർത്തി വരുന്നുണ്ട്. ആത്മീകമാം ദൈവരാജ്യത്തിന് ആത്മബലത്തോടെ നടരാടുക നാം. ആത്മീകമാം ദൈവരാജ്യത്തിന് ആത്മബലത്തോടെ